ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഇന്നലെ രാത്രി കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ നിന്നും ജനൽ വഴി ചാടി രണ്ടാം നിലയിലെ ഷീറ്റ് വഴി ഊർന്നിറങ്ങി സ്വിമ്മിംഗ് പൂളിൽ നീന്തി അവിടെ നിന്ന് കോണിപ്പടി വഴി ഓടി പുറത്തിറങ്ങി ബൈക്കിൽ പറന്നുപോയ ഷൈൻ ടോം ചാക്കോയെ കണ്ടവരുണ്ടോ? ഇന്നലെ ഡാൻസ് ഓഫ് സംഘം ലഹരി സംഘത്തിലെ മറ്റൊരാളെ തേടിപ്പോയ പോക്കിലാണ് ഷൈൻ ടോം ചാക്കോ എന്ന പേരിൽ ഉടക്കിയത്. ഹോട്ടൽ ജീവനക്കാരിൽ ആരോ ചോർത്തിയതാവണം ഷൈന്റെ സാഹസിക ചാട്ടത്തിന് കാരണം. വല വിരിച്ചു എന്ന് പോലീസ് പറയുന്നു. പ്രധാന നടനിൽ നിന്നും മോശം അനുഭവമുണ്ടായി എന്ന നടി വിൻസി അലൂഷ്യസിന്റെ പ്രതികരണം ഇൻസ്റ്റാ സ്റ്റോറിയാക്കി 1 മണിക്കൂർ കഴിഞ്ഞാണ് ഈ ഓട്ടമുണ്ടായിരിക്കുന്നത്. ഓട്ടത്തിനിടയിലും നടന്റെ പ്രൊഫൈലിൽ നിന്നും പുതിയ പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നടിയുടെ പരാതിയിൽ താരസംഘടനയും ഫിലിം ചേംബറും നടപടികൾ തുടങ്ങിക്കഴിഞ്ഞെന്നാണ് അറിയിക്കുന്നത്. അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ പൂർത്തിയായ ശേഷം ഇനി ഷൈൻ വേണ്ട എന്ന തീരുമാനമാണ് പറഞ്ഞു കേൾക്കുന്നത്. ഓടിപ്പോയ ഷൈനെ പോലീസ് എന്ത് കേസിലാണ് തിരയുന്നത് എന്നൊരു ചോദ്യമുണ്ട്. വിൻസി അലോഷ്യസ് പരാതി നൽകിയിട്ടില്ല. ഷൈന്റെ മുറിയിൽ നിന്നും ഒന്നും കിട്ടിയിട്ടുമില്ല. നേരത്തെ കൊക്കൈൻ കേസിൽ പോലീസിന്റെ വീഴ്ച വ്യക്തമാക്കിയുള്ള ഹൈക്കോടതി വിമർശനം വന്നിട്ട് 2 ദിവസമായിട്ടില്ല. അപ്പോഴിനി എന്താണ് നടപടി? പുകമറയിൽ നിന്ന് പുറത്തേക്കോ എന്നതാണ് ചോദ്യം. ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ട ചർച്ചയിലുണ്ട്. ദീദി ദാമോദരൻ WCC പ്രതിനിധി, അഡ്വക്കേറ്റ് സി ഷുക്കൂർ നടനും അഭിഭാഷകനുമാണ്, സുരേഷ് റിച്ചാർഡ് മുൻ എക്സൈസ് കമ്മീഷണർ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ശ്രീ ഷുക്കൂറിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് സി ഷുക്കൂർ, താങ്കൾ നടനെന്ന നിലയിലും അഭിഭാഷകൻ എന്ന നിലയിലും പ്രതികരിക്കേണ്ട ഒരു ഘട്ടമാണിത്. ഷൈൻ ടോം ചാക്കോ ഈ ഹോട്ടലിൽ ജനൽ വഴി ചാടി ഓടിപ്പോയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ദൃശ്യങ്ങൾ രാവിലെ മുതൽ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പോലീസ് ഷൈൻ ടോം ചാക്കോയെ തിരയുന്നു എന്ന് പറയുന്നു. എന്തിനാണ് ഷൈൻ ടോം ചാക്കോയെ പോലീസ് തിരയുന്നത് എന്ന ചോദ്യമല്ലേ ആദ്യം ഉയരുന്നത്? തീർച്ചയായും സാധാരണഗതിയിൽ പോലീസിനെ കാണുന്ന സമയത്ത് നമ്മൾ ആരും ഓടിപ്പോകേണ്ട ആവശ്യമില്ല. നമ്മൾ കുറ്റകൃത്യത്തിലൊന്നും ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വിരുദ്ധമായ സംഗതികളൊന്നും നമ്മുടെ കയ്യിലില്ല എങ്കിൽ പോലീസിനെ കാണുന്ന സമയത്ത് ഓടിപ്പോകേണ്ട ഒരു സാഹചര്യം ഒരു പൗരനും രാജ്യത്തില്ല. തീർച്ചയായും അദ്ദേഹം ഓടിപ്പോയത്, ആ നടൻ ഓടിപ്പോയത് എന്തിനാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ തീർച്ചയായും പോലീസ് ആ നടനെ പിടിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതും ഒക്കെ കാര്യങ്ങൾ പിന്നെയാണ്. പക്ഷേ എന്തിനാണ് ഓടിപ്പോയത് എന്നുള്ള ചോദ്യം ദുരൂഹമായി നിൽക്കുന്നു. പുറത്തു വരുന്നു, അതൊരു ശരി തന്നെ. ഈ എന്തിന് ഷൈൻ ടോം ചാക്കോ ഓടിപ്പോയി എന്നൊരു സംശയം അവിടെ നിൽക്കുന്നുണ്ട്. ലഹരി കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരാളെ തിരഞ്ഞുകൊണ്ട് പോലീസ് പോയതാണ്. അങ്ങനെ ഈ ഹോട്ടലിൽ എത്തുകയാണ്. അവിടെ രജിസ്ട്രിയിൽ ഷൈൻ ടോം ചാക്കോയുടെ പേര് കാണുകയാണ്. അവിടെ വന്ന് മുട്ടുകയാണ്. അപ്പോഴാണ് ഇയാൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നതെന്നാണ് വിവരം. ഏതായാലും ആ മുറിയിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ ചോദ്യം ചെയ്തു. ആ മുറി പരിശോധിച്ചു, ഒന്നും കിട്ടിയിട്ടില്ല. അതാണ് ഞാൻ ചോദിച്ചത്. പോലീസിന് ഓടിപ്പോയി എന്നതിന്റെ പശ്ചാത്തലത്തിൽ മാത്രം ഷൈൻ ടോം ചാക്കോയ്ക്കായി വലവിരിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ്. തീർച്ചയായും ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. എന്തിനാണ് ഓടിപ്പോയത് എന്ന് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണെന്ന്. ഒരാൾ എന്നെ അന്വേഷിച്ച് എൻ്റെ വീട്ടിലേക്ക് പോലീസ് വരുന്ന സമയത്ത് ഞാൻ യാതൊരു കോൺട്രബാൻഡ് ആർട്ടിക്കിൾ എൻ്റെ കയ്യിലില്ല എങ്കിൽ, നിരോധിക്കപ്പെട്ട ഒരു വസ്തു എൻ്റെ കയ്യിലില്ല എങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നിരോധിക്കപ്പെട്ട നിയമവിധേയമായ കാര്യങ്ങൾ, നിയമവിരുദ്ധമായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പോലീസിനെ ഫേസ് ചെയ്യുക, കാര്യങ്ങൾ അന്വേഷിക്കുക, എന്താണ് അവരോട് സംസാരിക്കുക. അത് ഓടിപ്പോവുക എന്ന് പറയുന്നത് സംശയനിഴലിലാക്കുന്നൊരു കാര്യമാണ്. അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത് എന്തിനാണ് ഓടിപ്പോയതെന്ന്. ആ ഓടിപ്പോയ ഈ എത്ര സാഹചര്യം ശേഷമാണ് അദ്ദേഹത്തെ കണ്ടുകെട്ടുന്നത്, അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ പോലീസ് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ശരി, ഞാൻ സജി നന്ദ്യാട്ടിലേക്ക് പോകുന്നു. സജി നന്ദ്യാട്ട ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി ആണല്ലോ. ഇപ്പോൾ ഫിലിം ചേംബറിനും അതോടൊപ്പം തന്നെ AMMAയ്ക്കും ഈ നടി വിൻസി അലൂഷ്യസ് പരാതി നൽകിയിട്ടുണ്ട്. അതിന്മേൽ നിങ്ങളുടെ സംഘടന എന്ത് നടപടിയിലേക്കാണ് കടക്കുന്നത്? ഫിലിം ചേംബറിന്റെ ഈ പറഞ്ഞിരിക്കുന്ന മോണിറ്ററിംഗ് കമ്മിറ്റിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. ഫിലിം ചേംബർ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കല്ല. ഈ പരാതി നൽകിയത് ഇന്നലെ രാത്രിയിലാണ്, മെയിൽ മുഖേനയാണ്. ഈ ഒരു സംഭവം ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിൻസിയെ വിളിക്കുകയായിരുന്നു. പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ വിൻസി ഒരു വെളിപ്പെടുത്തൽ നടത്തി. ഇത് നവംബറിലോ മറ്റോ നടന്ന സംഭവമാണ്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മോണിറ്ററിംഗ് കമ്മിറ്റിയിലുള്ള വനിതകളടങ്ങുന്ന സംഘം, റാണിയുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ സജിത മഠത്തിൽ ആഷ തുടങ്ങിയവർ
ഞാൻ ഉൾപ്പെടെയുള്ളവർ വിൻസിയെ വിളിച്ച് എന്താണ് ഇങ്ങനെ നടന്നിരിക്കുന്നത്. കാരണം ഞങ്ങൾ വളരെ സ്ട്രിക്റ്റായി ആണ് IC രൂപീകരിച്ച് വിടുന്നത്. ഓരോ സെറ്റിലും ഓരോ ഷൂട്ടിംഗ് ലൊക്കേഷനിലും ഫിലിം ചേംബർ കൃത്യമായി IC രൂപീകരിച്ചിട്ടുണ്ട് എന്ന ബോധ്യത്തോടെ ഉറപ്പോടെ അവിടെ മോണിറ്റർ ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ അറിവിലില്ലാതെ IC പോലും ഒരു കംപ്ലൈന്റ് കിട്ടാതെ ഇങ്ങനെ ഒരു നടി ഒരു പരാതി പൊതുമധ്യത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയും ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിലൂടെയും പറയുമ്പോൾ ഞങ്ങളുടെ അറിവിൽ അത് വന്നില്ല. എന്താണ് ഇത് സംഭവിച്ചതെന്ന് അറിയാൻ ഞങ്ങളുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെ ഞങ്ങൾ വിളിക്കുകയും അതനുസരിച്ച് വളരെ കാര്യങ്ങൾ ഈ കുട്ടി ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് പരാതി നൽകിയാൽ സംഘടനാപരമായി നിയമപരമായി നടപടിയെടുക്കുവാനുള്ള ബാധ്യത നമുക്കില്ല. അത് സർക്കാരിന്റെ ജുഡീഷ്യറിക്കോ എക്സിക്യൂട്ടീവിനോ ലെജിസ്ലേച്ചറിനോ ഉള്ളതാണ്. അങ്ങനെ വന്നാൽ ഞങ്ങളാലാവുന്ന രീതിയിൽ, കാരണം ഞങ്ങൾ അതുപോലെ ആത്മാർത്ഥമായിട്ടാണ് ഈ IC രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നത്. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം, വിധിപ്രകാരം, ബഹുമാനപ്പെട്ട കേരള വനിതാ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് സിനിമാ സെറ്റുകളിൽ IC രൂപീകരിക്കുവാൻ ചേംബറിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 2022 മുതൽ ഏകദേശം 800 സിനിമകളോളം മലയാളത്തിൽ ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയെല്ലാം IC ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും കൃത്യമായി മോണിറ്റർ ചെയ്യുകയും പോവുകയും ചെയ്യുമ്പോഴും ചില പരിമിതികളുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയാം. എല്ലാം സുതാര്യമാണ്, 100% പെർഫെക്റ്റ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് മനുഷ്യ സഹജമാണ്, പരിമിതികൾ ഉണ്ടാവും. പക്ഷേ മാക്സിമം ഈ മേഖല ശുദ്ധീകരിക്കപ്പെടണം, ലഹരി മുക്തമാക്കണം. മറ്റ് ഹറാസ്മെന്റ് വനിതകൾക്ക് ഉണ്ടാകാൻ പാടില്ല. വനിതകൾ തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിൽ അവർ സുരക്ഷിതരായിരിക്കണം എന്നുള്ള ബോധ്യത്തോടുകൂടി നല്ല ക്രിയേറ്റീവായിട്ടുള്ള നല്ല നല്ല സൃഷ്ടികൾ, കലാസൃഷ്ടികൾ ഇവിടെ സൃഷ്ടിക്കപ്പെടണം. അതിന് സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വ്യക്തവും കൃത്യനിഷ്ഠവുമായിട്ടാണ് ഞങ്ങൾ ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ ഇത് ആശ്ചര്യപ്പെടുത്തിയത്. വിൻസിയോട് സംസാരിക്കുക, വിൻസി പരാതി നൽകിയത് ആദ്യം അമ്മയ്ക്കാണ്. പിന്നീട് ഞങ്ങൾക്കത് പരാതി ഇന്നലെ രാത്രി നൽകി. പക്ഷെ ഞാൻ കോട്ടയത്താണ്, ആ പരാതി ഞാൻ കണ്ടിട്ടില്ല. മറിച്ച് അത് മെയിൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റാഫ് അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ചെയർമാൻ, ഞങ്ങളുടെ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ പറയട്ടെ ഇത് ഒരു കാര്യം കൊണ്ട് ഞങ്ങളുടെ ചെയർമാൻ ശ്രീ G. സുരേഷ് കുമാറും ചേംബറിന്റെ പ്രസിഡന്റ് ശ്രീ BR ജയിക്കും എല്ലാം ഇതിൽ ഇടപെടുകയും ഞാൻ ജനറൽ സെക്രട്ടറിയാണ്, ഞങ്ങൾ എല്ലാവരും ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തിട്ട് ഞങ്ങൾ അടിയന്തരമായ യോഗം, നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളുടെ ആത്മാർത്ഥതയെ പലരും ചോദ്യം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ നിന്നും എന്താണ് നേട്ടം? ഒരു നേട്ടവുമില്ല. ഞങ്ങൾ തന്നെ ഇത് ഞങ്ങളെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കല്ലെറിയാനും പഴി കേൾക്കാനും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഇതിൽ ഇടപെട്ട് ഞങ്ങളുടെ ചെയർമാനും പ്രസിഡന്റും എല്ലാവരും ഇടപെട്ട് വളരെ തിങ്കളാഴ്ച തന്നെ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് സംഘടനാപരമായി ഈ മേഖലയിൽ ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് പല പ്രാവശ്യമായി. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയും അതിനുള്ള ശിക്ഷാ നടപടികൾ സംഘടനാപരമായുള്ള ശിക്ഷയാണ് ഞാൻ പറഞ്ഞത്. എന്ത് ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിച്ച് ഞങ്ങളുടെ കമ്മിറ്റി ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനമനുസരിച്ച് അത് നിങ്ങൾക്ക് അറിയാനും സാധിക്കും. ഇതാ മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മറിച്ച് ഇപ്പോൾ സിനിമാ ലൊക്കേഷനുകളിലൊക്കെ ലഹരി ഉപയോഗം കുറഞ്ഞിട്ടുണ്ട്, നമുക്ക് പറയാം. അതിന്റെ കാരണം നമ്മുടെ ചർച്ചകളാണ്, നമ്മുടെ വിമർശനങ്ങളാണ്. പോലീസ്, എക്സൈസ് ഉൾപ്പെടെയുള്ളവർ പല സെറ്റുകളിൽ കയറണമെന്ന് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി പ്രൊഡ്യൂസർ അസോസിയേഷൻ രാകേഷ് സർക്കാരിനോട് ലെറ്റർ പാഡിൽ ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുള്ളതാണ്. ഏത് ലൊക്കേഷനിൽ വന്നും ഷൂട്ട് ചെയ്യുന്ന സമയത്തായാലും എപ്പോഴായാലും കയറിയിട്ട് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ലഹരികളോ ഏതെങ്കിലും തരത്തിലുള്ള ഹറാസ്മെന്റോ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ നമ്മുടെ പോലീസ്, എക്സൈസ് സംവിധാനങ്ങൾക്ക് എപ്പോഴും സ്വാഗതം പറഞ്ഞുകൊണ്ടും അത് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് കത്തും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കാവില്ല. എല്ലാ സംഘടനകളുടെ പുറത്തു കൊണ്ട് വെക്കരുത്. ഇതാണ് ഞങ്ങൾക്ക് ആദ്യഘട്ടം എന്നതിൽ ഈ ചർച്ചയിൽ പറയാനുള്ളത്. ശരി സജി നന്ദിയാട്ട്. പക്ഷേ വിൻസി ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, വിൻസി എന്തുകൊണ്ട് ഈ 4 മാസമായിട്ട് പറഞ്ഞില്ല, അതിനു മുമ്പ് നടന്ന സംഭവമാണല്ലോ എന്നുള്ള ചർച്ചയിൽ ആദ്യഘട്ടത്തിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യം. പക്ഷേ അങ്ങനെയല്ല, അവരൊരു ലഹരി വിരുദ്ധ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു പ്രസംഗം നടത്തുന്നു. ആ പ്രസംഗത്തിൽ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ഞാൻ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഇനി അഭിനയിക്കില്ല എന്ന് പറയുന്നു. അതുമാത്രമായി വാർത്തകൾ പോകുന്നു. ആ വാർത്ത പോകുന്ന ഘട്ടത്തിൽ അവരെ അതുമായി ബന്ധപ്പെട്ട് അവരെ അറ്റാക്ക് ചെയ്തു, സൈബർ അറ്റാക്കാണ് അവർക്കെതിരെ വരുന്നത്. അതിന്മേലാണ് ഒരു പ്രതികരണമായി അവർ വീഡിയോ ഇടുന്നത്. ഒരു നടനിൽ നിന്ന് അനുഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്ന്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആ പരാതി നൽകുമ്പോൾ അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം, നടൻ്റെ പേര് പുറത്തു പറയരുത് എന്ന് ഉറപ്പ് വാങ്ങിയിട്ടാണ് അവരത് പറഞ്ഞതെന്ന് പറയുന്നു. താങ്കൾ അത് വിൻസിൽ നിന്നും ഇങ്ങനെ ഒരു പേര് വന്നു എന്ന രൂപത്തിൽ തന്നെ അത് പൊതുമധ്യത്തിലേക്ക് പറയുകയായിരുന്നു. അത് വിൻസിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, പരാതിക്കാരിയുടെ അവർ പറയുന്ന രൂപത്തിൽ അത് പരിഗണിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. നിങ്ങളത് അഡ്രസ്സ് ചെയ്യണം. അത് അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിനൊരു രഹസ്യാത്മകത അത് സൂക്ഷിക്കണം എന്നൊരു വിഷയം കൂടി ഉണ്ടല്ലോ.
സ്മൃതി പറഞ്ഞ വളരെ കറക്റ്റാണ്. സ്മൃതി ബിൻസി പറഞ്ഞിരുന്നു ഈ വ്യക്തിയുടെ പേര് വെളിയിൽ പറയരുത്, ഈ സിനിമയെ ബാധിക്കില്ല, സിനിമയിലുള്ള ആൾക്കാരെല്ലാം വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു, നല്ല ആൾക്കാരായിരുന്നു, നല്ല പ്രോജക്റ്റാണ്, ഇതൊക്കെ പറഞ്ഞിരുന്നു, സത്യമാണ്. അത് ഈ നിമിഷം വരെ പാലിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ചാനൽ, നിങ്ങളുടെ ചാനലല്ല കേട്ടോ, ഒരു ചാനൽ ഇത് ചേംബർ എന്തോ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആ ചാനലിലെ ആളെ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെ ഉദ്ദേശിച്ചത്. പക്ഷെ ഒരിക്കലും ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഒരു രേഖകളോ ഒരു പേരോ ഒരു പടത്തിന്റെ പേരോ ഞങ്ങളായിട്ട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ഇന്ന നടന്റെ പേര് പറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ അതിന് മറുപടിയായി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങളുടെ നാവിൽ നിന്നും ആ പേര് അങ്ങോട്ട് ഞങ്ങളായിട്ട് ഉന്നയിച്ചിട്ടില്ല. അത് വിൻസിക്കൊരു തെറ്റിദ്ധാരണയാവാം, ചിലപ്പോൾ എനിക്കറിയില്ല, വിൻസിയോട് ഞാൻ സംസാരിച്ചില്ല. പക്ഷെ ഒരിക്കലും ഞങ്ങൾ മനഃപൂർവ്വമായിട്ട്, കാരണം ഞങ്ങൾ അങ്ങോട്ടാണ് വിൻസിയെ വിളിച്ചത്. ഞങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് ലാഭം? ഞങ്ങൾക്കൊരു ലാഭവുമില്ല. പക്ഷെ മറിച്ച് ഈ രംഗം ശുദ്ധീകരിക്കപ്പെടണം, ഞങ്ങളാലാവുന്ന രീതിയിൽ ഞങ്ങളുടെ മേഖല മാക്സിമം കൺട്രോൾ ചെയ്യണം, അവിടെ നിയന്ത്രണം കൊണ്ടുവന്ന് നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടാകണം, നല്ല രീതിയിൽ ഷൂട്ടിങ്ങുകൾ മുടങ്ങാതെ എല്ലാവരും നല്ല രീതിയിൽ പോകുന്ന ഒരു ഹാപ്പിയസ്റ്റ് മാത്രമാണ്. ആ സിനിമ നല്ല രൂപത്തിൽ പോകണമെന്നുള്ളതുകൊണ്ടായിരിക്കുമല്ലോ. അത് സംവിധായകരുമായി ബന്ധപ്പെട്ടൊന്നും അവർക്ക് പരാതിയില്ല. കാരണം സംവിധായകരോട് അത് പറയുകയും സംവിധായകർ ഒരു മുന്നറിയിപ്പ് നൽകുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. വിൻസിയെക്കാളും അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ജൂനിയർ ആർട്ടിസ്റ്റിനാണ് ഏറ്റവും മോശമായ അനുഭവം ഉണ്ടായിട്ടുള്ളത് എന്നുകൂടിയാണ് അവർ ഇന്ന് വ്യക്തമാക്കുന്നത്. അവരെ സംബന്ധിച്ച് അത് പറയാൻ ധൈര്യമില്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതൊക്കെയാണ് ഒരു പൊതുവായ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ എല്ലാ സിനിമാ സെറ്റിലും നിങ്ങൾ ഈ പറയുന്നത് പോലെ, സംഘടന പറയുന്നത് പോലെ IC-കൾ ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാക്കേണ്ടതുള്ളൂ. അവിടെയും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അത് ആ പരാതിയിലേക്ക് പോകേണ്ടിയിരുന്നല്ലോ. നിർത്തണം ശ്രുതി, ഞാൻ ഇടപെട്ട് പോട്ടെ. വളരെ തെറ്റായ കാര്യമാണ് പറയുന്നത്. ഈ സിനിമയുടെ സെറ്റിൽ വിൻസി പോലും സമ്മതിച്ച കാര്യമാണ്, വിൻസി വളരെ കൃത്യമായി അപ്രീഷിയേറ്റ് ചെയ്ത കാര്യമാണ്. ഈ സിനിമയുടെ സെറ്റിൽ 5 അംഗ IC ഉണ്ടായിരുന്നു. ഐ ബെറ്റ് യു സ്മൃതി, ഞാൻ വെല്ലുവിളിച്ചുള്ള ചോദ്യമല്ല ചോദിച്ചത്, ഞാൻ ചോദിക്കുകയാണ് ചെയ്തത്. താങ്കൾ വ്യക്തമാക്കിയാൽ മതി. അവിടെ ഫിലിം ഓക്കെ, താങ്ക് യു. ഈ പറയുന്ന സിനിമയുടെ സെറ്റിൽ 5 പേരടങ്ങുന്ന IC ഉണ്ടായിരുന്നു. അതിൽ 3 വനിതകളായിരുന്നു. വിൻസിയുടെ പരാതി അവിടെ എഴുതി കൊടുത്തിട്ടില്ല, വാക്കാൽ പറഞ്ഞ പരാതി. ഇങ്ങനൊരു പരാതി അറിഞ്ഞപ്പോൾ തന്നെ ആ 5 പേരും, പ്രത്യേകിച്ച് ഒരു ലേഡി, വളരെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവരുമായി സംസാരിച്ച് കാര്യങ്ങൾ തീർക്കുന്നതോടൊപ്പം തന്നെ ആ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും അവിടെയുള്ള പ്രൊഡ്യൂസറും ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാരും ഒന്നടങ്കം വിൻസിയോടൊപ്പം നിന്ന് വളരെ സന്തോഷകരമായിട്ടാണ് ആ ലൊക്കേഷനിൽ അവർ ഷൂട്ടിംഗ് അവസാനിപ്പിച്ചത്. അതിനുശേഷം ഈ പറയുന്ന തരത്തിൽ ഈ സംഭവങ്ങളൊന്നും മോണിറ്ററിംഗ് കമ്മിറ്റിയെ അറിയിക്കുകയോ ഞങ്ങൾക്കിത് അറിയാൻ സാധിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം പരിമിതികളുണ്ട്. കാരണം ശ്രുതിക്കറിയാമല്ലോ, ഒരേ സമയത്ത് 30-35 സിനിമകൾ ഷൂട്ട് ചെയ്യപ്പെടുമ്പോൾ അത് ഒരു സിനിമ പോലും 10, 50, 60 ലൊക്കേഷൻ ചേഞ്ച് ഉണ്ട്. ഇത് മൊത്തം ഫോളോ അപ്പ് നടത്തി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ അല്ല. പറയുമ്പോൾ ഇവിടെ നിന്ന് പറയാം നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു, നിങ്ങൾ ഉറങ്ങുകയായിരുന്നു, നിങ്ങൾ എന്നാത്തിന് കൊള്ളാം എന്നൊക്കെ വേണേൽ പറയുമ്പോൾ ഇവിടെ നിന്ന് ചോദിക്കാം. പക്ഷേ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ വനിതകൾ ഉൾപ്പെടെയുള്ളവർ ഇത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും ഫ്ലെക്സ് വെക്കണം, ഇങ്ങനെ ഇവിടെ IC ഉണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തണം. ഇതെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. പ്രൊഡ്യൂസർമാരെ ഞങ്ങൾ അവെയർ ചെയ്തിട്ടാണ് ഇത് വിടുന്നത്. ഞാൻ ബെറ്റ് വെക്കുന്നു, മലയാള സിനിമയിൽ 2022 മുതൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും IC ഇല്ലാത്ത ഒരു സിനിമ ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടും ഉണ്ടാകുകയുമില്ല. ശരി, ശ്രീമതി ദീദി ദാമോദരൻ, ദീദി, ഇന്നിപ്പോൾ വിൻസിയുടെ പ്രതികരണം അതൊരു ധീരമായ നടപടിയായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ കാണുന്നത്. പക്ഷേ വിൻസി ഈ ഒരു മോശം പ്രവണത ലഹരി സിനിമാ സെറ്റുകളിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ജോലിക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ അതെങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെയാണ് വിശദമായി പറഞ്ഞത്. അല്ലാതെ ഷൈൻ ടോം ചാക്കോ എന്നൊരു വ്യക്തിയിലേക്ക് അത് കേന്ദ്രീകരിക്കാൻ അവർ ഉദ്ദേശിക്കുന്നേയില്ല എന്നുകൂടി വ്യക്തമാക്കുകയാണ്. അപ്പോഴെങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് പോവുക എന്നൊരു വിഷയം കൂടിയുണ്ടല്ലോ ദീദി. കാരണം ഒരു മോശം പ്രവണത എന്ന് പറയുന്ന ഒരു മോശം പ്രവണത കാണിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു നടപടിയെടുത്ത് വേണ്ടി വരും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ അങ്ങനെ ഒരു പരാതി നൽകാത്ത പക്ഷം അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക ദീദി? നേരത്തെ സംസാരിച്ച ശ്രീ സജി നന്ദിയായിട്ട് പലതവണ ഞങ്ങൾക്ക് ലാഭമില്ലാത്തൊരു കാര്യമായിട്ട് കൂടി ഞങ്ങളത്
ചെയ്തു, ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു എന്നൊക്കെ പറയുന്നിടത്ത് തന്നെയാണ് ഒരു ധാരണ പിശക് ഭയങ്കരമായിട്ട് നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഈ IC എന്താണ്, പോഷ് ആക്ട് എന്താണ്, ഇതെന്തോ ഒരു ഔദാര്യം ചെയ്ത് കൊടുക്കലാണോ? ഞങ്ങൾ ഇതിന് മുമ്പേ ഉള്ള ഒരു ഇതിൽ അദ്ദേഹം പറയുന്ന കേട്ടു, ഞങ്ങൾ നിഷ്കർഷിക്കാറുണ്ട് അതിൽ സ്ത്രീകൾ വേണമെന്ന്. ഇതൊന്നും ആരെങ്കിലും ചെയ്തു തരുന്ന ഔദാര്യമല്ല, അത് നാട്ടിലെ നിയമമാണ്. ഈ നിയമം അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഇവര് എംപ്ലോയേഴ്സ് ആയതുകൊണ്ട് ചേംബറിനെ വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ട് അതെങ്ങനെ വെറുതെ ഒരു ദിവസം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കി കളയാം എന്ന് വിചാരിച്ചതല്ല. ആ നിയമം നടപ്പാക്കാൻ വേണ്ടി WCC കേസ് കൊടുത്ത് ജയിച്ചതിനെ തുടർന്നാണ് ഈ മോണിറ്ററിംഗ് കമ്മിറ്റി അവിടെ ഉണ്ടാവുന്നത്. മോണിറ്ററിംഗ് കമ്മിറ്റിയിലേക്ക് വന്ന ഒരു പരാതിയിൽ നിന്നും ഒരു കാരണവശാലും അവര് ആഗ്രഹിച്ച പ്രകാരം അല്ലാതെ ഒരു പേരും പുറത്തു പോകാൻ പാടില്ല. പോയിട്ടുണ്ട് എങ്കിൽ, പോയിട്ടില്ല തന്നെയാണ് എന്റെ ഉത്തമ ബോധ്യം, പോയിട്ടുണ്ട് എങ്കിൽ അതൊരു വലിയ പ്രൊസീജിയറൽ ലാപ്സ് ആണ്. പിന്നെ ഐ ബെറ്റ് എന്ന് പറയുന്നുണ്ട്, അവിടെ IC ഉണ്ടായിരുന്നു. എന്താണ് IC എന്ന് പറഞ്ഞാൽ എന്ന് പോലും നമുക്ക് തിരിച്ചറിവ് വേണ്ടേ? IC എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത ആളെ ഒക്കെ പറഞ്ഞ് നമ്മളെല്ലാം കോംപ്രമൈസ് ചെയ്തു, ആ ആർട്ടിസ്റ്റിന്റെ കൂടെ തന്നെ നിന്നു. ഇതൊക്കെ ചെയ്യുന്നതാണോ ICയുടെ പണി? IC എന്ന് പറഞ്ഞാൽ അടുത്ത പരാതി വരുന്നതിന് മുമ്പേ, ഒരു പരാതി പോലും വരാതെ പ്രിവെൻഷൻ പോലും നടത്താൻ ബാധ്യസ്ഥരായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. പരാതിയുമായി ചെന്ന ഒരാളെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ വീണ്ടും പ്രൊസീജിയറൽ ലാപ്സ് ആണ്. ഇതൊക്കെ സിനിമയിൽ ഉള്ള സിനിമയിൽ മാത്രമല്ല ഏത് തൊഴിലിടത്തുള്ള ഒരു സ്ത്രീയുടെ അവകാശമാണ്. ഇത് ആരെങ്കിലും വകവെച്ച് കൊടുക്കുന്നതോ ലാഭത്തുണ്ട് ഒരു ലാഭവും ഇല്ലാതെ ഞങ്ങൾ ചെയ്യുന്നു എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. ആ നിലപാട് തന്നെ, ആ തിരിച്ചറിവിൽ നിന്ന് വേണം ഈ കാര്യങ്ങളിൽ ഇടപെടാനും മുന്നോട്ട് പോകാനും. ഇവിടെ ഒരു ആർട്ടിസ്റ്റ് അവരെ ബുദ്ധിമുട്ട് പുറത്തേക്ക് പറയുമ്പോൾ അവരുടെ മേലെ തന്നെ, എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് അവർ തരണം ചെയ്തത് അതിന് കൂടാതെ അവര് തന്നെ വേണം ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറയുന്നത് കുറച്ച് പരിതാപകരമായിട്ടുള്ള കാര്യമാണ്. IC എന്താണ് ചെയ്തത്? ഇങ്ങനെ ഒരു പരാതി ആ സെറ്റിൽ അവർ ഉയർത്തിയെങ്കിൽ പുറത്ത് പറയാൻ പറ്റാത്ത വേറെ ഒരു ആർട്ടിസ്റ്റിനും ഇതേ സമാന സ്വഭാവമുള്ള, വേണമെങ്കിൽ അതിലും ഗൗരവമുള്ള പരാതി ഇയാളെ പറ്റി ഉണ്ട് എങ്കിൽ ആ സെറ്റിൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ മറ്റൊരു ഉപജീവന മാർഗം ഞാൻ തേടി പോകേണ്ടി വരും എന്ന് പറയുന്നതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ പൊതുബോധം എന്ന് പറയുന്നത്. ആർട്ടിസ്റ്റിന് എത്ര ഗംഭീരമായിട്ട് അവർ അഭിനയിച്ച എല്ലാ സിനിമകളും നമുക്ക് സാക്ഷ്യം പറയും. കൂടാതെ അവർ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയിട്ടുള്ള ഒരാളാണ്. അവര് ഇവിടുന്ന് ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വേറെ ഉപജീവന മാർഗം നേടിപ്പോകും എന്നതിനാണോ നമ്മൾ കൈയടിക്കേണ്ടത്? നമ്മൾ കൈയടിക്കേണ്ടത് ഈ പറഞ്ഞ ICയും പറഞ്ഞ മോണിറ്ററിംഗ് കമ്മിറ്റിയും ഒക്കെ നേരാൻ വണ്ണം മാതൃകാപരമായി ഒരു വട്ടമെങ്കിലും ശിക്ഷ നടപ്പാക്കി കാണിക്കണം. എങ്ങനെ വേണം ഒരു സെറ്റിൽ കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് ഉറപ്പുവരുത്തണം. ഇപ്പം മോണിറ്ററിംഗ് കമ്മിറ്റി അന്വേഷിച്ച് എല്ലാ സെറ്റുകളിലും IC ഉണ്ട് എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. മിക്ക സ്ഥലങ്ങളിലും യാഥാർത്ഥ്യബോധത്തോടുകൂടി കാര്യങ്ങൾ അവലോകനം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നമുക്കറിയാം, ഒരു പരാതി വരുമ്പോൾ ബാക്ക് ഡേറ്റ് ഇട്ടിട്ട് പേപ്പറിൽ കടലാസിൽ ഉണ്ടാക്കി തീർക്കുന്ന ICകളാണ്. അവൈലബിൾ ആയ ആൾക്കാരെ കൊണ്ട് ഒപ്പ് വാങ്ങിയിട്ടുണ്ടാക്കുന്ന ഒരു IC ആണ്. അങ്ങനെ അല്ല, പുതിയ മാറിയ ചട്ടത്തിൽ IC രൂപീകരിച്ചാൽ രജിസ്റ്റർ ചെയ്താൽ അത് പോർട്ടലിലും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ബാക്ക് ഡേറ്റ് ഇട്ടിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒന്നാവരുത് ഒരു IC എന്ന് മോണിറ്ററിംഗ് കമ്മിറ്റിയും വനിതാ കമ്മീഷനും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടോ? ഇനി അങ്ങനെ ചെയ്യാത്തവരുടെ പേരിൽ എന്തെങ്കിലും നടപടി, ഇപ്പൊ മോണിറ്ററിംഗ് കമ്മിറ്റി ഫംഗ്ഷൻ തുടങ്ങിയിട്ട് ഇത്ര കാലമായല്ലോ, എത്ര ആൾക്കാരുടെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട്? എന്ത് നടപടിയാണ് എടുത്തത്? ഇനിയിപ്പം ഇത് നമ്മളുടെ മുമ്പിൽ ഒരു കേസുണ്ട്. ഈ പറഞ്ഞ ഒന്നും പുതിയതല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതെല്ലാം പറഞ്ഞിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടർന്നുള്ള കാര്യങ്ങൾ അതെവിടെ എത്തി? അത് വീണ്ടും സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുകയാണ്. അതിൽ എന്തെങ്കിലും ക്രെഡിറ്റ് പോകണ്ട എന്ന് വിചാരിച്ച് അത് വളരെ കുറച്ച് ആൾക്കാർ, സെലക്റ്റീവ് ആയ കുറച്ച് ആൾക്കാർ പോയിക്കൊടുത്ത മൊഴി എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ തരം താഴ്ത്തുകയും അതിനെ റദ്ദാക്കി കളയാൻ നോക്കുകയും ചെയ്യുന്നതിന് പകരം അത് ഗൗരവമായിട്ട് എടുത്തിട്ട് അത് മുന്നോട്ട് വെച്ച ശുപാർശകളെ നമ്മൾ ഇതേപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അതിനാദ്യം വേണ്ട ഒരു ഉത്തമ ബോധ്യം എന്താണ് IC എന്നുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമെങ്കിലും ഈ ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് അറിവ് വേണം. വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ശ്രീ സജി നന്ദിയാട്ട് അതിന് മറുപടി പറയേണ്ടതുണ്ട്. ഞാൻ ഇടവേളയ്ക്ക് ശേഷം താങ്കളിലേക്ക് വരും. അതിനു മുമ്പ് ദീദി, ഇപ്പോൾ
ഷൈൻ ടോം ചാക്കോ ഏറ്റവും ഒടുവിൽ ഒരു പോസ്റ്റും ഇട്ടിരിക്കുന്നു. ടു എവ്രി വൺ ഹു ഇസ് ആസ്കിങ് മീ വേർ ഐ റാൻ ടു, വെൽ ഹിയർ ഈസ് ആൻ എക്സ്ക്ലൂസീവ് ഫൂട്ടേജ് ഐ ഹാവ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഹോട്ടൽ മുറിയിൽ നിന്നും ഇങ്ങനെ ഓടി വരുന്ന ഒരു പടം ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊരു വെല്ലുവിളിയാണ് ഈ വെല്ലുവിളി, ആർക്ക് നേർക്കുള്ളതാണ് എന്നൊരു ചോദ്യം കൂടി വരികയാണ്. എന്തൊരു പരിഹാസത്തോടു കൂടിയാണ് ഈ ചിത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് പോലീസ് ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയ്ക്കും ബുദ്ധിമുട്ടാണോ ഷൈൻ ടോം ചാക്കോ എവിടെയാണെന്ന് കണ്ടെത്താൻ ദീദി? അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഏതോ ഒരു ഷൈൻ ടോം ചാക്കോന്റെ കാര്യമല്ല, നമുക്കത് അറിയാം. ഇത് ഇവിടെ സിസ്റ്റം ഇസ് നോട്ട് ഇൻ പ്ലേസ്. സിസ്റ്റത്തിനാണ് കറക്ഷൻ ആവശ്യമുള്ളത്, അല്ലാതെ രോഗത്തിന്റെ ലക്ഷണത്തിന് മാത്രം നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. ഇത് ഏതോ ഒരു ഷൈൻ ടോം ചാക്കോന്റെ കാര്യമല്ല. ആ സിസ്റ്റമാണ് അദ്ദേഹത്തിന് ധൈര്യം കൊടുത്തത്. അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും പരാതി പറഞ്ഞവർക്ക് ഇനി എത്ര സിനിമകൾ ഉണ്ടാവുമെന്നും ഇവരൊരു പരാതിക്കാരിയാണ് എന്നും ഉള്ള മട്ടിലെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ടാണ് പലരും പരാതി പറയാൻ മടിക്കുന്നത്. ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതുപോലും ഈ ഫിയർ ഫാക്ടർ എങ്ങനെയാണ് ഇതിനകത്ത് നടക്കുന്നത് എന്ന് പോലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് മനസ്സിരുത്തി വായിക്കേ വേണ്ടൂ. അത് ഇത്രയും കാര്യമായിട്ട് നടന്ന ഒരു റിപ്പോർട്ടിനെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ എന്തോ ഇവോൾവ് ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് പെയ്ത മഴയിൽ ഇപ്പൊ പുതിയ എന്തോ കുറെ കുണ്ണുകൾ മുളച്ചു പൊങ്ങിയിരിക്കുന്നു എന്ന മട്ടിൽ നമ്മൾ കാര്യങ്ങൾ കാണരുത്. നമ്മൾ അതിനെ കൃത്യമായിട്ട് നല്ല ധാരണയോടുകൂടി എന്താണ് IC, അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യേണ്ടത് എന്ന് ചുരുങ്ങിയ പക്ഷം മോണിറ്ററിംഗ് കമ്മിറ്റി എങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. ശരി, നമ്മുടെ നിയമ സംവിധാനത്തെ പരിഹസിച്ചുകൊണ്ട് ഷൈൻ ടോം ചാക്കോ ഇട്ട പടം, ദീദി പറയുന്നത് പോലെ ഷൈൻ ടോം ചാക്കോ എന്നൊരൊറ്റ പേരിലേക്കല്ല, ഈ പ്രവണതയ്ക്കാണ് തടയിടേണ്ടത്. പക്ഷേ ഒരാളിൽ നിന്ന് തുടങ്ങേണ്ടി വരും. കാരണം ഇയാൾ കുറച്ചു കാലമായി ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ യൂട്യൂബ് ചാനലുകളിലൂടെ അശ്ലീലം പറഞ്ഞുകൊണ്ട് അതൊരു കണ്ടന്റാക്കി അതിന് വലിയ വ്യൂവേഴ്സ് ഉണ്ടാകുകയും ആരാധകർ ഉണ്ടാകുകയും ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയും അതിന് വലിയ കയ്യടി നേടുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു അനുയായികളെ തന്നെ ഉണ്ടാക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിരിക്കുന്നു. നല്ല നടനൊക്കെ ആയിരിക്കാം, പക്ഷേ ഇതാണ് നമ്മുടെ മുന്നിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യം. ഒന്നുകൂടി സജി നന്ദിയാട്ടിലേക്ക് പോവുകയാണ്. അദ്ദേഹം അല്പസമയം കൂടി ചർച്ചയിലുള്ളത് കൊണ്ടാണ്. സജി നന്ദിയാട്ട്, ദീദി പറഞ്ഞത് കേട്ടല്ലോ. IC ഒരു ഔദാര്യമല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, IC പ്രവർത്തിക്കുന്നതിന് അതിനൊരു കൃത്യമായ രൂപരേഖയുണ്ട്. ആ രൂപരേഖ അനുസരിച്ച് അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള വിഷയം. രണ്ടാമത്തേത്, നിങ്ങൾ IC പ്രകാരം എത്ര പേർക്കെതിരെ നടപടിയെടുത്തു, വല്ല കണക്കുണ്ടോ? ഒരൊറ്റ മിനിറ്റ് ദീദി അല്ല, ദീദി ഒന്ന് വിശദീകരിച്ച ശേഷം ഇപ്പൊ വരാം. പറഞ്ഞോളൂ ദീദി. ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അതായത് ശ്രീ സജി നന്ദിയായിട്ട് സംസാരിക്കുന്ന മോണിറ്ററിംഗ് കമ്മിറ്റിയെ പറ്റിയും അവര് ഉറപ്പ് വരുത്തേണ്ടത് എല്ലാ പ്രൊഡക്ഷൻ ഹൗസിലും IC ഉണ്ടോ എന്നുമാണ്. മോണിറ്ററിംഗ് കമ്മിറ്റി IC അല്ല. മോണിറ്ററിംഗ് കമ്മിറ്റി നോക്കേണ്ടത്, മോണിറ്റർ ചെയ്യേണ്ടത് IC എല്ലാം കൃത്യമായി ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരി, ചോദിച്ചാൽ ഒരു ചെറിയ കറക്ഷൻ അതാണ്. ശരി ശരി സജി പറഞ്ഞോളൂ. സ്മൃതി, ഇതിനകത്ത് ഇപ്പൊ ദീദി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് മോണിറ്റർ ചെയ്യുക, IC ഉണ്ടാക്കുക എന്നുള്ള തരത്തിലേക്ക് ചർച്ച പോകുന്നു. തെറ്റാണത്. കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന് അങ്ങനെ ഒരു ചർച്ച ഏൽപ്പിച്ചിരിക്കുന്നത് വനിതാ കമ്മീഷൻ. ഏൽപ്പിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, പറയട്ടെ. ഇതിനകത്ത് 7 സംഘടനകളുടെ മെമ്പർമാർ കൂടുന്നതാണ് ഈ മോണിറ്ററിംഗ് കമ്മിറ്റി. ഇതിൽ ഈ ദീദി പറയുന്ന WCC ഉണ്ട്, ദീദിയെ ഉൾക്കൊള്ളുന്ന WCCയിലെ അംഗങ്ങളും ഇവിടെ ഉണ്ട്. അതുകൂടെ മനസ്സിലാക്കണം. അപ്പൊ ഞങ്ങൾ മാത്രമല്ല, 7 സംഘടനകളുടെ 3 പേര് വെച്ച് 21 പേര് കൂടുന്ന മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി. ചേംബർ എക്സിക്യൂട്ടീവായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അത് പ്രവർത്തിക്കുമ്പം ഇതേ ദീദിയുടെ WCC എന്ന് പറയുന്ന സംഘടനയുടെ 3 അംഗങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അവരൂടെ ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവർ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നവരാണ്. അവർ ഞങ്ങളോട് ചോദിക്കുക, ഞങ്ങൾ എല്ലാ തരത്തിലും ദീദി അവരോട് കുറഞ്ഞ പക്ഷം ചോദിക്കണം. ഇന്നലെ അവർ തന്നെ ഇടപെട്ടു. ഞങ്ങളെല്ലാം ഒരു മനസ്സോടെ അതിനകത്ത് പെരുമാറുന്നവരാണ്. ഞങ്ങൾക്ക് ആർക്കും ഒന്നും മറയ്ക്കാനില്ല. ഞങ്ങൾക്ക് സുതാര്യമായി കാര്യങ്ങൾ പോകണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. കുറ്റപ്പെടുത്താൻ മാത്രം ദയവ് ചെയ്ത് ഞങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഞങ്ങൾക്ക് ആരോടും പ്രതിഷേധമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ ഇത് ഏൽക്കേണ്ട കാര്യമുള്ളതല്ല, മറിച്ച് ഞങ്ങൾക്ക് ഇത് സന്തോഷത്തോടെ ഏറ്റതാണ്. ഞങ്ങളിത് ചെയ്യാം. ലോ ആൻഡ് ഓർഡർ ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷെ സന്തോഷത്തോടെ ഏൽക്കുകയും 7 സംഘടനകൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്ത് ഞങ്ങളാലാവുന്ന തരത്തിൽ, ഞങ്ങൾക്ക് പരിമിതിയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളാലാവുന്ന തരത്തിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്.
കുറഞ്ഞപക്ഷം ദീദി WCCയിലെ അംഗങ്ങൾ അവിടെയുണ്ട്, അവരോട് ചോദിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് മനസ്സിലാക്കണം. ഒറ്റ ചോദ്യം കൂടി ശ്രീ സജി നന്ദ്യാട്ട. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ സംഘടന തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം, ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കട്ടെ, അതിനുശേഷം ഈ സിനിമയിൽ, മലയാള സിനിമയിൽ ഷൈൻ ടോം ചാക്കോ വേണ്ട. ഇതാണോ നിങ്ങൾ ഇതിൽ കണ്ടെത്തിയിരിക്കുന്ന ഒരു പരിഹാരം? അല്ല, അതിനകത്ത് സംഘടനകളുടെ ചെയർമാനും ഞങ്ങളുടെ കമ്മിറ്റി എല്ലാം കൂടെ ഈ പറഞ്ഞ തിങ്കളാഴ്ച 3 മണിക്ക് 21-ാം തീയതി കൂടുന്നുണ്ടല്ലോ. നാളെ ദുഃഖവെള്ളിയാഴ്ചയാണ്, ഇത് ഈ കഷ്ടാനുവാഴ്ചയായതുകൊണ്ട് അതിന് ചില പരിമിതികളുണ്ട്. അപ്പോൾ ഞങ്ങൾ വിവിധ പ്രദേശങ്ങളിലുള്ളവരാണ്, വിവിധ ജില്ലകളിലുള്ളവർ നാളെ തിങ്കളാഴ്ച ഒത്തുകൂടി ഈ കാര്യത്തിൽ ഗൗരവമായി ഇത് ചർച്ച ചെയ്യും. ഒരു സംശയവും വേണ്ട. ആ കാര്യത്തിൽ ഗൗരവമായി ചർച്ച ചെയ്ത് എന്ത് നടപടി എടുക്കണം എന്നതിനെക്കുറിച്ച് സംഘടനാപരമായി നിയമപരമായി നടപടിയെടുക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല. അത് എക്സിക്യൂട്ടീവിന്, ജുഡീഷ്യറിക്കും, ലെജിസ്ലേച്ചറിന് മാത്രമേ അവകാശമുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ അതിനകത്ത് നടപടിയെടുക്കും. ഞാൻ ഒറ്റയ്ക്ക് വിട്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഞങ്ങളുടെ ചേംബറിന്റെ പ്രസിഡന്റ് BR ജയിക്കും. ഞങ്ങളുടെ ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? ശ്രീ G സുരേഷ് കുമാറാണ്. ഞാൻ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഉൾപ്പെടുന്ന 21 അംഗ കമ്മിറ്റി, ഞാനിപ്പം ശ്രുതിയോട് പറയുന്നു, വളരെ കൃത്യമായ നടപടി ഉണ്ടാകും. അത് എന്ത് നടപടിയാണെന്നതിനെ കുറിച്ച് നിങ്ങൾ കാത്തിരുന്ന് കാണേണ്ട അധികം ദിവസമൊന്നും വേണ്ട. ബുധനാഴ്ച 3 മണി കഴിയുമ്പോൾ 4 മണിയോടുകൂടി അത് നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പോൾ എന്തായാലും ഇത് വെച്ച് പറപ്പിക്കാനാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആസ് എ ജനറൽ സെക്രട്ടറി ഓഫ് ഫിലിം ചേംബർ എന്റെ അഭിപ്രായം തന്നെയാണ്. ഇത് ശുദ്ധീകരണം നടത്തണം. ഇതിപ്പോൾ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന നടപടി എന്ന് പറഞ്ഞു. അതല്ലാതെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഈ മലയാള സിനിമാ മേഖലയിൽ നിങ്ങൾ എന്തൊക്കെ മുൻകരുതലെടുക്കുന്നു? സെറ്റുകളിൽ ഈ തരത്തിൽ ലഹരി എത്താതിരിക്കാൻ എന്ത് നടപടി എടുക്കുന്നു? അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്നതിന്റെ സൂചനയായി കൂടി ഈ സംഭവത്തെ കാണേണ്ടി വരും. ഇല്ല, മാക്സിമം ലഹരി എന്ന് പറയുന്ന കാര്യങ്ങൾ ഓരോ ലൊക്കേഷൻ തുടങ്ങിയ പ്രൊഡ്യൂസർ ഉൾപ്പെടുന്നവർ ഇതേക്കുറിച്ച് അവബോധം നടത്താറുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങളാലാവുന്ന രീതിയിൽ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. മറിച്ച് എനിക്ക് എന്ത് പറഞ്ഞാലും കേൾക്കാത്ത ചിലരുണ്ട്. കാരണം ഞാൻ പറയല്ലോ, ഇത് 10,000-കണക്കിന് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയല്ലേ. വ്യത്യസ്ത സ്വഭാവമുള്ളവരല്ലേ വരുന്നത്. പലർക്കും പലതരത്തിലുള്ള സ്വഭാവ സവിശേഷതയുള്ളവരുടെ ഒരു കൂട്ടായ്മയത്. അതിൽ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും. എന്നാലും എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് സമാധാനപരമായി നല്ലൊരു ഇൻഡസ്ട്രി ആക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. പോലീസ്, എക്സൈസിന് സഹകരണം ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ലൊക്കേഷനിൽ കയറണം, ചെക്ക് ചെയ്യണം. ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങളുടെ മടിയിൽ കനവില്ല. ഞങ്ങൾക്ക് കാര്യങ്ങൾ നന്നായി പോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പരിമിതികൾ, ഞങ്ങളുടെ നല്ല ഉദ്ദേശം മനസ്സിലാക്കി വിമർശനങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒരു തെറ്റും വരാതെ നോക്കാൻ മാക്സിമം ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാവണം. താങ്ക് യു. ശരി, വളരെ നന്ദി സജി നന്ദ്യാട്ട, ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറിയാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. ഞാൻ ശ്രീ സുരേഷ് റിച്ചാർഡിലേക്ക് പോകുന്നു. മുൻ എക്സൈസ് കമ്മീഷണറാണ് ശ്രീ സുരേഷ് റിച്ചാർഡ്. ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഒരു കേസ് ഉണ്ടായിരുന്നതാണ്. അത് കൊക്കെയിൻ കേസായിരുന്നു. അത് ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്ന മുറിയിൽ നിന്നും അവിടെ നിന്നും കൊക്കെയിൻ പിടിച്ചെടുക്കുക കൂടി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടു പോയായിരുന്നു ആ കേസിൽ. അപ്പോൾ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. അതിൽ പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ട് എന്നൊരു വിമർശനം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടേയുള്ളൂ. അതിനുശേഷമാണ് ഇപ്പോൾ അടുത്ത ആരോപണവും പരാതിയുമൊക്കെ ഇപ്പോൾ കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ എക്സൈസിന് ഇതിലെന്താണ് റോള്? എക്സൈസ് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ലഹരി പിടികൂടുന്നത്? അത് പിടികൂടുമ്പോൾ വേണ്ട കൃത്യമായ ചട്ടങ്ങളുണ്ടല്ലോ, അത് പാലിക്കാതെ പിടിച്ചു കഴിഞ്ഞാൽ കേസിൽ നിന്ന് എളുപ്പത്തിൽ ഊരിപ്പോകാനാകും. അതാണിപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതെ, ഞാനും ആ വാർത്ത കണ്ടിരുന്നു. കോടതിയുടെ വിധിയും ഞാൻ കണ്ടിരുന്നു. വളരെ ശരിയാണ്. കൊക്കെയിൻ സഹിതമാണ് ഈ ഷൈൻ ടോക്കോയെ പിടിച്ചിരുന്നത് 2014. അപ്പോൾ 11 വർഷങ്ങൾക്ക് ശേഷം വിധി വന്നു. അപ്പോൾ അവിടെ അയാൾ നിരപരാധി ആയതുകൊണ്ടല്ല വെറുതെ പോയത്, അക്വിറ്റ് ആയത്. അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച കൊണ്ടാണ്. NDPS ആക്ടിൽ സെക്ഷൻ 42-ലും 50-ലും വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഒരു കേസ് എങ്ങനെയാണ് എടുക്കേണ്ടത്, ശീർഷണം നടത്തേണ്ടത് എങ്ങനെയാണ്, അറസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. പ്രത്യേകിച്ച് സെക്ഷൻ 50 മാൻഡേറ്ററി ആണ്. അതിൽ ഒരു ഗസറ്റഡ് ഓഫീസറെ, സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റിൻ്റെ ആവശ്യമാണ്. ഇത് ആ കേസിൽ പാലിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ്, പ്രധാനമായി അതുകൊണ്ടാണ് ആ കേസ് വെറുതെ പോയത്, അല്ല അയാൾ നിരപരാധി ആയതുകൊണ്ടല്ല. അപ്പം ശ്രീമതി ദീദി ദാമോദരൻ പറഞ്ഞതുപോലെ ഇവിടെ സിസ്റ്റം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. സിസ്റ്റം എന്ന് പറയുമ്പോൾ സജി നമ്പ്യാട്ട് പറഞ്ഞതുപോലെ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ഗവൺമെൻറ്റും അതേപോലെ തന്നെ
ഈ സിനിമാ മേഖലയിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റി ആയാലും ഇൻറ്റേർണൽ കമ്മിറ്റി ആയാലും അതുപോലെ എല്ലാ അമ്മ സംഘടന പോലുള്ള എല്ലാ സിസ്റ്റവും ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റൂ. പക്ഷെ നല്ല വാക്കുകളൊക്കെ കാണുന്നുണ്ട്, മന്ത്രിയിൽ നിന്നും നമ്മളെല്ലാം വാക്കുകൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അതുപോലെ ഈ മേഖലയിലുള്ള. പക്ഷേ എന്തുകൊണ്ടാണ് ഈ നടി ഇതുവരെ ഇത്തരത്തിലുള്ള ഫോറത്ത് അല്ലെങ്കിൽ കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ മുമ്പാകെ കൊടുക്കാതിരുന്നത്? തീർച്ചയായിട്ടും അത് കാര്യക്ഷമമല്ലാതിരുന്നുകൊണ്ട്, വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. ഏതോ ഒരു സാഹചര്യത്തിൽ ഒരു മദ്യവിരുദ്ധ അല്ലെങ്കിൽ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ വേദിയിൽ അവർ വിമിഷ്ടം, അവരടക്കി വരാത്ത ആ ഒരു എക്സ്പ്രഷനാണ് അവരിൽ കാണാൻ പറ്റിയത്. ആ വേദിയിൽ അവർ തുറന്ന് പറഞ്ഞു പോയതാണ്. നോക്കൂ, ആദ്യത്തെ കേസ് നമ്മൾ നോക്കണം. ഈ ഷൈൻ ടോം ചാക്കോയുടെ ആദ്യത്തെ കേസ് ലഹരി മരുന്ന് കണ്ടെടുത്തു, പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു. പക്ഷെ അത് തെളിയിക്കാനായില്ല. വനിതാ പോലീസിൻ്റേത് ഉൾപ്പെടെയുള്ള മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. രക്തപരിശോധനാ ഫലം ഉൾപ്പെടെ പ്രതികൾക്ക് അനുകൂലമായിരുന്നു. അതായത് രക്തപരിശോധനയൊക്കെ വളരെ വൈകിയായിരിക്കും നടത്തിയിട്ടുണ്ടാകുക. അപ്പോഴേക്കും തെളിവൊക്കെ മാഞ്ഞു കാണും. ഈ NDPS ആക്ട് പ്രകാരം കുറ്റം തെളിയിക്കപ്പെട്ടാൽ പ്രതികൾക്ക് വലിയ ശിക്ഷ ലഭിക്കും. അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടുന്നയാൾക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കുന്ന പോലെ പ്രധാനപ്പെട്ടതാണ് അവർ കുറ്റം ചെയ്തോ എന്ന് തെളിയിക്കുന്ന രേഖകളും. അങ്ങനെ രേഖകൾ കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ ഈ അന്വേഷണം നടത്തുന്നത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും ഇത് നമ്മൾ സംശയിക്കേണ്ടതാണ്. ഇതാരെ സഹായിക്കാനാണ് ഇതിങ്ങനെ ചെയ്തത്? അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ്. ആ കോടതി ഉത്തരവ് പ്രകാരം ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. അവിടെ പറയുന്നത് 2014 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിൻ്റെ നടപടിക്രമങ്ങൾക്ക് അറിയില്ല എന്നാണ്. നമുക്കറിയാം, നിയമത്തിൻ്റെ മുന്നിൽ ഇഗ്നറൻസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് അവർ ലേമൻ അല്ല. അതെങ്ങനെയാണ് അത് വിശ്വസിക്കാനോ? കാരണം 22 ദിവസം നിരീക്ഷിച്ച ശേഷമാണത്രേ അന്ന് ഷൈൻ ടോം ചാക്കോയെ പിടികൂടുന്നത്. 22 ദിവസം നിരീക്ഷിച്ച ശേഷം. അതെ അതെ. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ രക്തസാമ്പിൾ എടുക്കുന്നത് തന്നെ വളരെ താമസിച്ചു പോയി. നമ്മൾ അതിൻ്റെ സാമ്പിൾ എടുത്ത് പരിശോധിച്ച് 24 മണിക്കൂർ കഴിഞ്ഞാൽ അത് ട്രേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മുടി കട്ട് ചെയ്ത് പരിശോധിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അയാൾ കൊക്കൈൻ കഴിച്ചിട്ടുണ്ടോ എന്നറിയാം. ഇവിടെ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. ഇവിടെ അദ്ദേഹത്തിനോടൊപ്പം തന്നെ തൊണ്ടി സാധനം കയ്യിലെടുത്തില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ കേസ് അന്വേഷണത്തിൻ്റെ കേസ് ഡിറ്റക്ഷൻ്റെയും അന്വേഷണത്തിൻ്റെയും ഭാഗത്തുനിന്ന് വീഴ്ചയാണ്. അഥവാ ഡിറ്റക്ഷനിൽ അങ്ങനെ ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷനിലൂടെ അത് നികത്തപ്പെടാമായിരുന്നു. അപ്പോൾ അവിടെ കേസിൻ്റെ ഡിറ്റക്ഷനും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ പരാജയമാണ്. അവിടെ സ്ത്രീകൾ കൂടിയുണ്ട്, സ്ത്രീകൾ കൂടി ഉൾപ്പെട്ട കുറ്റകൃത്യമാണെന്ന് അറിയാമായിരുന്നു. എന്നിട്ട് വനിതാ ഗസ്റ്റഡ് ഓഫീസർ ഉണ്ടായില്ല. അതുകൊണ്ട് ദേഹപരിശോധന ആ രൂപത്തിൽ നടത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയും വീഴ്ചകളാണ്. ഇത് കൃത്യമായി കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അങ്ങനെയാണ് ഇയാൾ പുറത്തിറങ്ങുന്നത് അല്ലേ? അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് പോലീസും എക്സൈസ് ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഒരു റെയ്ഡിന് പോകാറ്? ശ്രീ സുരേഷ് റിച്ചാർഡ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇതിൻ്റെ ട്രെയിനിങ് തന്നിട്ടുണ്ട്. നമ്മൾ ആക്ടിൽ സെക്ഷൻ 42 അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. സെക്ഷൻ 50 പാലിക്കാറുണ്ട്. എന്നാൽ ചില കേസുകളിൽ പാലിക്കാറില്ല. അത് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വീഴ്ചയാണ്, അനാസ്ഥയാണ്. അപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാർക്ക് തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ പണിഷ്മെൻറ്റ് കൊടുക്കാറുണ്ട്, അവരെ ട്രെയിനിങ്ങിന് വിടാറുണ്ട്. അത് എക്സൈസ് വകുപ്പിൽ ചെയ്യാറുണ്ട്. എക്സൈസ് വകുപ്പിൽ സെക്ഷൻ 50 പാലിക്കാത്തതായ ഒരു ഉദ്യോഗസ്ഥന് ഇപ്പോഴും ഉണ്ട് എന്നെനിക്കറിയില്ല. അപ്പോൾ അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. പോലീസിന് എന്തുകൊണ്ട് ആ വീഴ്ച വന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അവരുടെ ഇഗ്നറൻസ് കൊണ്ടാണോ? ഒരിക്കലും ഇഗ്നറൻസ് നമുക്ക് പറയാൻ പാടില്ല. അതാണ് ഇവിടെ കാണുന്നത്. പിന്നെ കേസിൻ്റെ തൊണ്ടി മുതൽ കണ്ടെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാലതാമസം വരാതെ രാസപരിശോധന ഫലം വേണം. നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ഈ 3 സ്ഥലത്ത് മാത്രമേ രാസപരിശോധന ലബോറട്ടറി ഉള്ളൂ. അപ്പോൾ അതിലുള്ള കാലതാമസം നോക്കുക. ആ കാലതാമസം സർക്കാർ തന്നെയാണ് പരിഹരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടി, അതാണ് ശ്രീമതി ദീദി ദാമോദരൻ പറഞ്ഞതുപോലെ സിസ്റ്റം മൊത്തമായി മാറണം. കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം വേണം. അതുപോലെ തന്നെ തെറ്റായ രീതിയിൽ കേസെടുത്താൽ ആ ഉദ്യോഗസ്ഥന്മാർക്ക് ശിക്ഷ കിട്ടും എന്നുള്ള ഒരു ചിന്തയും കൂടി വേണം. അത് NDPS ആക്ട് തന്നെ പറയുന്നുണ്ട്. കാരണം കടുത്ത ശിക്ഷ ആയതുകൊണ്ടാണ് 10 വർഷം മുതൽ 20 വർഷം വരെയും ഒക്കെ ശിക്ഷ കിട്ടും. അത് മാത്രമല്ല ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, ഡെത്ത് പെനാൽറ്റി വരെയുണ്ട്, റിഗറസ് ഇംപ്രിസൺമെൻ്റ് ഉണ്ട്, ഫൈനും ഉണ്ട്. അപ്പോൾ അത്രമാത്രം ശിക്ഷ വരുന്നതുകൊണ്ടാണ് ഈ പ്രൊസീജിയർ കൃത്യമായി പാലിക്കണം. കാരണം ഒരു നിരപരാധികൾ പോലും ഇത്രയും കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാകരുത്. അപ്പോൾ അത് ഉദ്യോഗസ്ഥന്മാർ പാലിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു വീഴ്ചയാണ്. അതിനുമേൽ നല്ലൊരു അന്വേഷണം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തേണ്ടതുണ്ട്. ശരി,
ശ്രീ ഷുക്കൂർ, ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ഷൈൻ ടോം ചാക്കോ നമ്മൾ ഈ ചർച്ച നടക്കുന്നതിനിടയിൽ തന്നെ 2 പോസ്റ്റുകൾ പുതുതായിട്ടിട്ടുണ്ട്. ഏറ്റവും പുതിയത് ആ സിനിമയുടെ ഈ വിവാദമായിരിക്കുന്ന ചിത്രീകരണം നടന്ന ആ സിനിമയുടെ സൂത്രവാക്യം എന്ന സിനിമയുടെ പോസ്റ്ററാണ്. അതിൽ ഷൈൻ ടോം ചാക്കോയുണ്ട്, വിൻസിയുമുണ്ട്. അപ്പോൾ എന്താണ് ഈ കൊടുക്കുന്ന സന്ദേശം എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. ഇതിൽ പോലീസിൻ്റെ അന്വേഷണം സമഗ്രമായി നടക്കുന്നു, വേഗത്തിൽ വലവീശി എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? തീർച്ചയായും. നേരത്തെ എക്സൈസ് റിട്ടയർഡ് ഓഫീസർ ഇപ്പോൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. 2015 തോന്നുന്നു ഇദ്ദേഹത്തെ ഒരു നർക്കോട്ടിക് കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. അതെ, 2000 അറസ്റ്റ് ചെയ്ത ശേഷം ആ സമയത്ത് നടന്ന ഈ സെക്ഷൻ 15 അദ്ദേഹം നേരത്തെ സൂചിപ്പിക്കേണ്ടായി. നമ്മുടെ ഈ നർക്കോട്ടിക് കേസ് വളരെ കർശനമായിട്ടാണ് രാജ്യത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഓരോ സംഗതിയും വളരെ ഗുരുതരമായ ശിക്ഷ, കഠിനമായ ശിക്ഷ നിയമം പറയുന്നത് കൊണ്ട് തന്നെ അതിലെ എല്ലാ പഴുതുകളും അടിച്ചതിന് ശേഷം ഉറപ്പാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തണമെന്നാണ് നിയമം പാർലമെൻറ്റ് ഉദ്ദേശിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് പാർലമെൻറ്റ് അത്തരം രീതിയിൽ നിയമം പാസ്സാക്കുന്നത്. നമ്മൾ ലഘുവായി കാണേണ്ട ഒരു കാര്യമല്ല. ആ കേസിൽ അതിൻ്റെ പത്രവാർത്ത വന്നത് ആ കേസ് ഡിക്റ്റേറ്റ് ചെയ്ത ഓഫീസറും ഇൻവെസ്റ്റിഗേഷൻ ചെയ്തയാളും അതിനുശേഷം കോടതിയിൽ സാക്ഷ്യം മൊഴി പറഞ്ഞ ഓഫീസർമാരൊക്കെ വലിയ തോതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ ഈ നിലവിലുള്ള സിസ്റ്റം അനുസരിച്ച് സുപ്രീം കോടതി ഡിസിഷൻ പ്രകാരം എല്ലാ SP-മാരുടെ നേതൃത്വത്തിലും പോലീസ് സൂപ്രണ്ടുമാരുടെ നേതൃത്വത്തിലും ഇത്തരം കേസുകളിൽ വീഴ്ച പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. ജില്ലാ കോടതിയിലെ പ്രോസിക്യൂട്ടർ, ആ ബന്ധപ്പെട്ട കേസിലെ പ്രോസിക്യൂട്ടർ, അതിലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, ഇവരൊക്കെ നിർത്തി ആർക്കാണ് വീഴ്ച പറ്റിയത് അത്തരം വീഴ്ച പറ്റിയവരെ കണ്ടെത്തി അവർക്ക് ശിക്ഷ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം നിലവിലുള്ള ഗവൺമെൻറ് ഉണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷ് അക്കാര്യത്തിൽ മുൻകൈ എടുക്കണമെന്നാണ് ഈ ചർച്ചയിൽ എനിക്ക് കൃത്യമായി പറയാനുള്ളത്. ആ കേസ് പെർട്ടിക്കുലർ കേസ് കാരണം മാത്രമല്ല 2015 ശേഷം നിരന്തരം ഈ നടനെക്കുറിച്ച് ഇത്തരം ആക്ഷേപങ്ങൾ വരികയാണ്. സോഷ്യൽ മീഡിയയിലും എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് ആൾക്കാർ ആക്ഷേപം പറയുകയാണ്. ഇന്നും അതേ രീതിയിൽ അദ്ദേഹം പെരുമാറുകയാണ്. അതിനർത്ഥം ഈ നിയമവാഴ്ച അദ്ദേഹത്തിന് വില വെക്കുന്നില്ല എന്നും ഈ നിയമമൊന്നും അദ്ദേഹം വകവെക്കുന്നില്ല എന്നും അദ്ദേഹം ഈ നിയമത്തെ എല്ലാം അതീതനായി ജീവിക്കുന്ന ഒരാളാണെന്നത് തോന്നലുണ്ടാക്കുകയാണ്. അത് കർശനമായി നേരിടേണ്ട ഉത്തരവാദിത്വം നിയമവാഴ്ച ഉറപ്പാക്കാൻ ബാധ്യതയുള്ള മുഴുവൻ ആളുടേതാണ്. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഈ പോഷ് ആക്ട് പ്രകാരം നമ്മുടെ ഈ വർക്ക് പ്ലേസിൽ സെക്ഷൽ ഹറാസ്മെൻറ്റ് തടയുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് പോഷ് ആക്ട് രാജ്യത്ത് നിലവിൽ വന്നത്. പോഷ് ആക്ട് പ്രകാരം പ്രിവെൻഷനും പ്രൊട്ടക്ഷനും റിഡ്രസലുമാണ് അതിൽ പറയുന്നത്. ഈ പ്രിവെൻഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ 1.5 വർഷം വളരെ സജീവമായി നമ്മുടെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്തു. നിരവധി കേസുകൾ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേരള പോലീസ് അതൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മുടെ സഹോദരിമാർക്ക് നടിമാർക്ക് കൃത്യമായി ജോലി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായി കാണേണ്ട കാര്യമാണ്. നമുക്ക് പറ്റിയില്ല. നമ്മോടൊപ്പം നടി സ്വാസിക ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. സ്വാസിക, ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കുന്നത് നോക്കാം. സ്വാസിക, ഇന്നിപ്പോൾ വിൻസി അലോഷ്യസ് നടത്തിയ വെളിപ്പെടുത്തൽ, അതിന്മേലുണ്ടായ പ്രതികരണങ്ങൾ, ഷൈൻ ടോം ചാക്കോയുടെ ഓട്ടം, ഇതൊക്കെ സ്വാസികയും അറിഞ്ഞിരിക്കുമല്ലോ. എന്താണ് ഈ വിഷയത്തിൽ സ്വാസികയുടെ ഒരു പ്രതികരണം? ഇപ്പോ വിൻസി, ആദ്യം തന്നെ നമ്മൾ വിൻസിയെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ധൈര്യമായിട്ടൊരു കാര്യം വിൻസി പൊതുസമൂഹത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ പെൺകുട്ടികൾ പ്രതികരിക്കണം, അപ്പോ പ്രതികരിക്കണം എന്ന് എപ്പോഴും പറയുന്ന ആ ഒരു കാര്യം ഇപ്പോൾ വിൻസി ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ കുട്ടിയുടെ കൂടെ ശക്തമായിട്ട് ടോട്ടൽ ഫിലിം ഇൻഡസ്ട്രി ആൾക്കാർ, അത് സെഫ്റ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ അമ്മ സംഘടന ആയിക്കോട്ടെ, എല്ലാവരും നിൽക്കണം. മറ്റു കാര്യങ്ങൾക്ക് ഡിലേ വരുന്ന പോലെ ഇതിനൊരു ഡിലേ വരാതെ എത്രയും പെട്ടെന്ന് ഒരു നടപടി എടുക്കണം എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. കാരണം ഇപ്പൊ വിൻസി സംസാരിച്ച പോലത്തെ ഇഷ്യൂസ് ഇനിയും ആണെങ്കിലും ഉണ്ടാവാൻ പാടില്ലല്ലോ. അതൊരു ഒരു ക്രിയേറ്റീവ് സ്പേസിൽ എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ അതുകൊണ്ട് ആ ഒരു സംഭവം ഇനി എവിടെയും ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സംഘടനകളും അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കുമ്പോൾ അതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെയാണ്. അപ്പോൾ ഇനി ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒരു സിനിമ സെറ്റ് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്വാസിക, ഇതിപ്പോൾ ഒരാൾ ചെയ്യുന്നു, ഒരാൾ മാത്രം കുറ്റക്കാരൻ എന്ന രൂപത്തിൽ ഈ വിഷയത്തെ കാണാൻ പറ്റില്ലല്ലോ. സിനിമാ സെറ്റുകളിലേക്ക് ലഹരി കടന്നെത്തുന്നു എന്നുള്ള ഗുരുതരമായ വിഷയം അവിടെയുണ്ട്. അത് ഉപയോഗിക്കുന്നവരുടെ എണ്ണവും ഇപ്പോൾ പുതിയ തലമുറയിൽ കുറെ പേരെങ്കിലും അതിന്റെ ഭാഗമായി അതിൽ പെടുന്നു എന്നൊരു വിഷയം കൂടിയുണ്ട്. അപ്പോൾ സ്വാസികയ്ക്ക് വ്യക്തിപരമായി ഏതെങ്കിലും സിനിമാ സെറ്റുകളിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ ഇതിനും പല വിഷയങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് തോന്നുന്നു ഇതുപോലെ ആരാണ് അങ്ങനെ പേരൊന്നും
പുറത്തു വന്ന ഇപ്പോ ആ പേരുകൾ പുറത്തു വന്നു, അല്ലെങ്കിൽ ആ ഒരു നടന്റെ പേര് വന്നു എന്ന് ഇപ്പൊ ഉറപ്പിച്ച ഒരു പരാതിക്കാരി പറയുമെങ്കിലും ആ പറയുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കണം. അല്ലാതെ ഇത്രയും നാളും ചിലപ്പോ പല പല എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് ആൾക്കാർ അതാണോ ഇതാണോ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷനിൽ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് പല സമയത്തും പല രീതിയിലും പല സെറ്റുകളിൽ നിന്നും നമ്മൾ പല ആൾക്കാരും, അത് പ്രൊഡ്യൂസറിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ പരാതികൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടുള്ള നടപടികൾ എടുത്തിട്ടില്ല. അതാണ് സ്വാസിക ഈ ഷൈൻ ടോം ചാക്കോയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയുള്ള പെരുമാറ്റമായിരുന്നു എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം ഇതിപ്പോൾ വിൻസി പറയുന്ന അനുസരിച്ചാണെങ്കിൽ വിൻസിക്ക് മാത്രമല്ല കൂടെ ഉണ്ടായിരുന്ന ജൂനിയർ ആർട്ടിസ്റ്റിനും കുറച്ചുകൂടി മോശമായ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അവർക്ക് പറയാൻ ധൈര്യമില്ല. വിൻസി അത് പറയുകയും ചെയ്തു. ഇപ്പൊ ഞാൻ എന്താ പറയാ, അഭിനയിച്ച സിനിമയിൽ ഈ പറഞ്ഞ പോലത്തെ ഒരു അനുഭവം അത് പേഴ്സണലി എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഇപ്പം കമൽ സാറിന്റെ പടവും കൂടിയായിരുന്നു അത്. അപ്പം മേ ബി കമൽ സാർ ഷൈന്റെ ഗുരു ആയതുകൊണ്ടാണോ കമലിന്റെ ശിഷ്യനായിരുന്നു ഇയാൾ അല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് ആ സെറ്റിൽ ഞങ്ങള് ഒരു 35 ദിവസം ഒരുമിച്ച് ഉണ്ടായിരുന്നത്. കൃത്യസമയത്ത് ഷൈൻ ഷൂട്ടിന് വരികയും നമ്മളോട് എല്ലാവരോടും സഹകരിക്കുകയും പേഴ്സണലി എനിക്ക് അല്ലെങ്കിൽ ആ സെറ്റിൽ വേറെ ആരും ബുദ്ധിമുട്ടുന്ന ഇങ്ങനത്തെ പല രീതികളിൽ ബുദ്ധിമുട്ടുന്നതായിട്ട് നമ്മൾ അവിടെ ഒരു ടോക്കോ ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ട അവസ്ഥയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്ക് എല്ലാ സ്ഥലത്തും എല്ലാം എങ്ങനെയാണ് ഒരാൾക്കാരുടെ പെരുമാറ്റം എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. തീർച്ചയായും എനിക്ക് സ്വാസിക പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലായത്, എനിക്ക് അങ്ങനെ അനുഭവമില്ലെങ്കിലും വിൻസിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ വിൻസിക്ക് ഒപ്പം നിൽക്കണം എന്നുള്ള നിലപാടാണ്. അങ്ങനെ എല്ലാവരും എടുക്കുന്നില്ല. ചിലരെങ്കിലും സ്വാസിക എനിക്ക് അനുഭവം ഇല്ലാത്ത കൊണ്ട് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന രൂപത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതെ, അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഒരിക്കലും ഈ വിഷയത്തിൽ പറയാൻ പറ്റില്ല. കാരണം വിൻസി ധൈര്യമായിട്ട്, അതും ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പം ഇത്രയും ധൈര്യം കാണിച്ച് വെറുതെ ഒരു തമാശയ്ക്ക് അല്ലെങ്കിൽ വെറുതെ ഒരു ചെറിയ കാര്യത്തിന് അങ്ങനെ ഒരു പരാതി പറയേണ്ട ഒരു പൊട്ടത്തിയായിട്ടുള്ള ഒരാളല്ല. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആള് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വിൻസി കൃത്യമായിട്ട് അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യസന്ധമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അതിന് എന്താ പറയാ, വിൻസിക്ക് നീതി കിട്ടണം. വേറൊന്ന് സ്വാസിക, ഇപ്പോൾ സ്വാസിക അഭിനയിക്കുന്ന സിനിമകളിലൊക്കെ IC ഉണ്ട് എന്ന് ഉറപ്പാക്കാറുണ്ടോ? കാരണം ഇപ്പോൾ അതിന്മേലൊക്കെ കൃത്യമായ തീരുമാനങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അതായത് ഞാനിപ്പോ ലാസ്റ്റ് അഭിനയിച്ചത് മലയാളത്തിൽ അഭിനയിച്ച സിനിമയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊന്നും ലാസ്റ്റ് അഭിനയിച്ചത് എന്താ പറയാ, അന്വേഷണത്തിന്റെ തുടക്കം. ഏത് വർഷമാണ്? ഏത് വർഷം? ഈ 2024. അപ്പൊ അതിൽ IC ഉണ്ടായിരുന്നില്ല. ഈവൻ വിവേകാനന്ദൻ വൈറലാണെങ്കിലും IC ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാ സെറ്റിലുകളിലും അങ്ങനെ ഉണ്ടാവണം. അതായത് ഈ ഹേമ കമ്മിറ്റി വരികയും ഇത്തരം ചർച്ചകൾ വരികയും ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശമൊക്കെ വന്നതിന് ശേഷവും IC ഉണ്ടായിരുന്നില്ല അല്ലേ? എനിക്ക് തോന്നുന്നു ഈ അന്വേഷണത്തിന്റെ തുടക്കത്തിന്റെ ഷൂട്ടിന്റെ ശേഷമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നത്. അപ്പൊ അതിന് മുൻപുള്ള നടന്ന സിനിമയാണ് അന്വേഷണത്തിന്റെ തുടക്കവും. വിവേകാനന്ദനാണെങ്കിൽ 2023 ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് അത്രയും ഇത് സ്ട്രിക്റ്റ് ആയിരുന്നില്ല. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പോ കറന്റ്ലി 2024 എൻഡ് 25 സ്റ്റാർട്ടിങ്ങിൽ നടക്കുന്ന സെറ്റിലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാസിക്ക് ഒരു സിനിമയിൽ അവസരം കിട്ടുമ്പോൾ സിനിമ ചെയ്തിട്ടില്ല. സ്വാസിക്ക് ഒരു സിനിമയിൽ അവസരം കിട്ടുമ്പോൾ IC ഉണ്ടാകുമെന്ന് സ്വാസിക ഉറപ്പ് വരുത്തുമോ? ഇനി എന്തായാലും നമ്മൾ ഉറപ്പ് വരുത്തണമല്ലോ. കാരണം ഇപ്പോൾ നമ്മുടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിയമമാണ് അങ്ങനെ ഒരു കാര്യം ആർട്ടിസ്റ്റുകൾ ഉറപ്പ് വരുത്തണം എന്ന്. അപ്പൊ അതുകൊണ്ട് വൺസ് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അങ്ങനെ വേണം എന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മൾ എല്ലാവരും ഇനി ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ വേണം. അത് ഞങ്ങളുടെ അമ്മയും ഒക്കെ അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ടോ? ഇപ്പോൾ സൂത്രവാക്യത്തിന്റെ പോസ്റ്റർ ഇടുന്നു, അതിനു മുമ്പുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു. ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ ഈ വിൻസിയുടെ പോസ്റ്റ് മാത്രമേ സത്യത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയൊന്നും ഞാൻ ന്യൂസ് കണ്ടിട്ടില്ല. കാരണം ഞാൻ നാട്ടിലില്ല, ഞാൻ വേറെ സ്ഥലത്തായതുകൊണ്ട് ഈ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. വിൻസിയുടെ പോസ്റ്റ് ഞാൻ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ അതിനകത്ത് പേരും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴാണ് ഈ പേര് പറഞ്ഞത്, എങ്ങനെയാണ്, അതൊന്നും അറിയില്ല. ഈ വിഷയം എങ്ങനെ ഡീൽ ചെയ്യണം ഈ മലയാള സിനിമ ഇൻഡസ്ട്രി എന്നാണ് സ്വാസികയുടെ ഒരു അഭിപ്രായം? കാരണം AMMA ഇതിന്മേൽ സ്വാസികയുടെ റിപ്പോർട്ട് വാങ്ങിയിട്ടുണ്ട്. അതിന്മേൽ ഒരു നടപടി ഉണ്ടാകും. അതായത് സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നതിലേക്കുള്ള ആലോചനകൾ പോകുമെന്നാണ് താരസംഘടന പറയുന്നത്. അപ്പുറത്ത് ചേംബറും വേറെ ചില ആലോചനകൾ നടത്തുന്നു.
ഇയാളുടെ ഇപ്പോഴുള്ള സിനിമകൾ പൂർത്തിയാക്കിയ ശേഷം ഇനി സിനിമ കൊടുക്കണ്ട എന്ന്. അങ്ങനെയാണോ ഈ വിഷയം പരിഹരിക്കേണ്ടത്? അതോ അതല്ലാതെ കുറച്ചുകൂടി കർക്കശമാക്കിക്കൊണ്ട് ഈ നിയമങ്ങൾ അനുസരിക്കാൻ നിർബന്ധിതമാക്കുന്ന ഒരു സാഹചര്യം അതാണോ ഉദ്ദേശിക്കുന്നത്? വിൻസി അങ്ങനെ പറയുന്നു. വിൻസിക്ക് അല്ലാതെ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പരാതിയില്ല എന്ന് അവർ ആവർത്തിച്ചു പറയുന്നു. അല്ല, അതാ പറഞ്ഞ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നടപടികൾ എടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമാണ് ഇനിയുള്ള ആൾക്കാർക്ക് ഒരു പേടി, ഒരു സെറ്റില് ഒരു പേടി വേണമല്ലോ, ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം ആ ഒരു സെറ്റിൽ. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഒരാളെ ഇപ്പൊ എന്താണോ ഇപ്പൊ സംഘടനയുടെ പുറത്താക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് ഇനി സിനിമ കൊടുക്കാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണല്ലോ ആ ആൾക്കൊരു പേടി ഉണ്ടാവുകയും അടുത്ത പ്രാവശ്യം ആള് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പെരുമാറുകയും സിനിമ പൂർത്തിയായൊക്കെ ചെയ്യുള്ളൂ. ഇതിപ്പം എല്ലാം അവർ ഭയങ്കര ഈസി ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് സമയത്തിന് വരാത്തതും ഇതുപോലത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ഒക്കെ അവർ വിചാരിക്കുന്നത് കുഴപ്പമില്ല ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ അത് ഉണ്ടാവരുത്. സിനിമ ഒരു എന്റർടൈൻമെന്റ് ഫീൽഡ് ആണെങ്കിൽ പോലും അവിടെയും കുറച്ച് ഡിസിപ്ലിൻ വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഡിസിപ്ലിൻ ഒരാൾക്ക് ഉണ്ടാവണമെങ്കിൽ അതിന് ആ സിനിമയുടെ എല്ലാവരും ഒത്തുചേർന്ന് വളരെ ശക്തമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം നടപടി എടുക്കണം ആ വ്യക്തിക്കെതിരെ. ഇനിയും ഇതൊരു ചെറിയ കാര്യമാണ്, നിസ്സാരമാണെന്ന് മറ്റുള്ള ആൾക്കാർക്ക് തോന്നരുത്. ശരി, വളരെ നന്ദി സ്വാസിക, വിശദമായി തന്നെ അഭിപ്രായം വ്യക്തമാക്കിയതിന്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. അതിനുശേഷം ഒരു വലിയ മാറ്റം ഉണ്ടായി എന്ന് തന്നെ വേണ്ടേ പറയാൻ. ഇപ്പോൾ സജി നന്ദിയാട്ടായാലും ഈ IC എന്നൊരു സംവിധാനം കൊണ്ടുവരേണ്ടി വന്നു എന്നതിലേക്കൊക്കെ എത്തുന്നുണ്ടല്ലോ. ഇവരൊക്കെ നേരത്തെ നടത്തിയിരുന്ന പ്രതികരണങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമുണ്ട്, മൊത്തത്തിൽ അങ്ങ് ശരിയാക്കുമെന്ന രൂപത്തിലെങ്കിലും ഇവർ പ്രതികരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊരു വിജയമാണ്. ഇപ്പോൾ സ്വാസിക പറയുന്നു IC ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷമായിരിക്കും ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന്. പോസിറ്റീവായി കാണണ്ടേ? കുറച്ചെങ്കിലും പതുക്കെയാണെങ്കിലും. ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ട് സ്മൃതി. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അല്ല മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കുന്നതും IC ആണെന്ന് നിഷ്കർഷിക്കുന്നതും ഒക്കെ അത് 2013 മുതലുള്ള ഒരു നിയമമാണ്. അത് നടപ്പാക്കാൻ അത് ശരിയാണ്. പക്ഷേ സിനിമാ മേഖലയിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. 2022 അതെ, സിനിമാ മേഖലയിൽ അത് ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത കേസ് ജയിക്കുന്നത് 2022 അപ്പം മുതലാണ് IC നിർബന്ധമാണ് സിനിമാ സെറ്റുകളിൽ എന്ന് പറയുന്നത്. 24 നടന്ന സിനിമയിൽ അത് ഉണ്ടാവാൻ സാധ്യതയില്ല, 23 സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. കാരണം കേസ് കൊടുത്ത് ജയിച്ച് അത് നിർബന്ധമാക്കിയതിന് ശേഷം അത് ഉറപ്പുവരുത്താൻ വേണ്ടി രൂപീകരിച്ചതാണ് ഈ മോണിറ്ററിംഗ് കമ്മിറ്റി. IC നേരത്തെ ഉണ്ടാവണം. അത് മലയാള സിനിമയിൽ ഉണ്ടാക്കാൻ വേണ്ടി 2022 നമ്മൾ ആ കേസ് ജയിക്കുന്നത്. അതിനുശേഷം നിർബന്ധമായിട്ടും IC എല്ലാ സിനിമ പ്രൊഡക്ഷൻ ഹൗസിലും വേണം എന്നിരിക്കെയാണ് നമ്മൾ അത് മുഴുവൻ വേവ് ചെയ്തിട്ട് ഇപ്പൊ വീണ്ടും ഇദ്ദേഹത്തിനെ പോലെയുള്ള ആൾക്കാർക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പറ്റുന്നത്, ഒരു പെൺകുട്ടിക്കെതിരെ കൊടുത്ത പരാതിയിൽ ആ പെൺകുട്ടിയുടെ പേര് ലൈവായിട്ട് പറയാൻ പറ്റുന്നത്, അതിലൊന്നും അത്ഭുതമില്ല. കാരണം സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ഇവരൊക്കെ നേരാവണ്ണം മാതൃകാപരമായിട്ട് അവർക്ക് ശിക്ഷ കൊടുത്തിരുന്നുവെങ്കിൽ, താക്കീത് പോലും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. കൊടുത്തിരുന്നുവെങ്കിൽ അതിനെങ്ങനെ കണ്ടാൽ പോരാ. ഇപ്പോഴും നമ്മൾ അതൊരു ഔദാര്യമായിട്ടാണ് നമ്മളിപ്പോഴും അതിനെ പറയുന്നത്. ലാഭം എന്നൊക്കെയുള്ള വാക്കുപയോഗിച്ചുകൊണ്ട് പറയാണ്. അത് ഈ എന്തെങ്കിലും ലാഭേച്ഛയോട് കൂടി ചെയ്യേണ്ട ഒരു കാര്യമല്ല മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ ഇരിക്കുക എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ ഒരു എംപ്ലോയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പം നിർബന്ധമായിട്ടും അവർ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇല്ലെങ്കിൽ അതിന് ശിക്ഷകളുണ്ട്. അതിന് എത്ര പേരെ കയ്യിൽ നിന്ന് നമ്മൾ ഫൈൻ വാങ്ങിയിട്ടുണ്ട് ഈ ഡേറ്റ് വരെ. 22 ജയിച്ച ഒരു കേസിന് തുടർന്ന് നിർബന്ധമായിട്ടും പലപ്പോഴും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ തന്നെ ചില സെറ്റുകളിലേക്ക് കയറി പോവുകയും അവിടെ കടലാസിൽ പേരിന് പോലും മോണിറ്ററിംഗ് IC ഇല്ല എന്ന് തിരിച്ചറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നടപടികളൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അത് ഇപ്പൊ ഞാൻ പറയുന്നത് ഈ കേസ് ഒരു നിമിത്തമായിട്ട് എടുത്തിട്ടെങ്കിലും ഉത്തരവാദിത്തമുള്ള ഒരു ആർട്ടിസ്റ്റാണ് നേരത്തെ സംസാരിച്ചു പോയത്. അവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവുന്നില്ല. പിന്നെ അവര് എന്റെ സെറ്റിൽ അവർ ഇൻടോക്സിക്കേറ്റഡ് ആയിരുന്നു അല്ലെ, ഇത് മറ്റേതെങ്കിലും തൊഴിലിടത്തിൽ പറ്റുമോ? ഒരു സർക്കാർ ഓഫീസിൽ പറ്റുമോ? ഒരാൾ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് മിസ്ബിഹേവ് ചെയ്താൽ ചുരുങ്ങിയ പക്ഷം അയാൾക്ക് സസ്പെൻഷനെങ്കിലും കിട്ടുന്നതല്ലേ? എന്താണ് നമ്മൾ ഇവരുടെ നേരെ ഒന്നും ഒരു ആക്ഷനും എടുക്കാത്തത്? ഒരു കാര്യത്തിൽ വലിയ സമാധാനമുണ്ട്. IC
എന്ന് പറഞ്ഞത് ഒരു സിനിമയ്ക്കകത്ത് വേണം. അതൊന്നും പോസിബിളേ അല്ല എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് നിന്ന് കാര്യങ്ങൾ മാറി IC ഒക്കെ വേണമെന്നും അതിന് കൃത്യമായിട്ട് ചില നടപടി ഒക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഇപ്പം ബോധ്യമായി എന്നുള്ളത് വലിയ ആശ്വാസമാണ്. വലിയ പോരാട്ടങ്ങൾക്ക് ഒടുവിലാണെങ്കിൽ പോലും അത് വലിയ ആശ്വാസം തന്നെയാണ്. തീർച്ചയായിട്ടും. ഞാൻ ശ്രീ ഷുക്കൂറിലേക്ക് മടങ്ങിയെത്താം. ശ്രീ റിച്ചാർഡിലേക്ക് വരാതിന് മുമ്പ് ശ്രീ ഷുക്കൂറിലേക്കാണ്. ശ്രീ ഷുക്കൂർ, ഇപ്പോൾ നമ്മൾ സംസ്ഥാന സർക്കാർ തന്നെ ലഹരി മാഫിയക്കെതിരെ വലിയ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നു. കോളേജുകളും സ്കൂളുകളും കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇപ്പോൾ മാധ്യമങ്ങളും അതൊരു ഏറ്റെടുത്തുകൊണ്ടൊരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സിനിമാ മേഖലയിൽ അങ്ങനെ ഒരു ക്യാമ്പയിൻ അല്ലല്ലോ, നടപടിയിലേക്ക് പോകേണ്ട സാഹചര്യമാണ്. പലപ്പോഴായി പല കേസുകളായി കേൾക്കുന്നു. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ എന്ന ഒറ്റ പേരല്ല, ശ്രീനാഥ് ഭാസി എന്ന മറ്റു പേര് കൂടി കഴിഞ്ഞ ദിവസം പിടിയിലായ ലഹരി മാഫിയയിലെ 2 ആളുകൾ മൊഴിയായി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണം ഈ കാര്യങ്ങളിൽ എത്ര വേഗത്തിൽ പോകുന്നു എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇപ്പോഴും പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഓരോ മിനിറ്റിലും വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെൻറ്റും പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും വളരെ ഗൗരവത്തിൽ കാണുമെന്ന് തന്നെയാണ്. കാരണം ആ ഹോട്ടൽ റെയ്ഡ് പോലും അതിൻ്റെ ഭാഗമായിട്ട് നടന്നതാണ്. തീർച്ചയായും ഈ കാര്യത്തിൽ ഗവൺമെൻറ് കുറേ കൂടി ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ഇപ്പം ശ്രീനാഥ് ഭാസി എന്ന നടനെക്കുറിച്ച് ഒരു പ്രൊഡ്യൂസർ പറഞ്ഞ ആരോപണം, അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ആരോപണത്തെക്കുറിച്ച് മന്ത്രി ശ്രീ എം പി രാജേഷ് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ആ ഗൗരവത്തിലെടുക്കും. സ്വമേധയാ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു, അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ്. തീർച്ചയായും അത്തരം ഒരു പോസിറ്റീവ്നെസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഷൈൻ ടോം ചാക്കോ 2015 രജിസ്റ്റർ ചെയ്ത കേസിൽ നിന്ന് എങ്ങനെയാണ് ഊരിപ്പോയത്? അവിടെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? കോടതിയിൽ മൊഴി നൽകുമ്പോൾ എന്തുകൊണ്ടാണ് കളവായ രീതിയിൽ, തെറ്റായ രീതിയിൽ ബന്ധപ്പെട്ട ഓഫീസർമാർ മൊഴി നൽകിയത്? ഈ കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണം. അങ്ങനെ അന്വേഷണം നടത്തി അതിൽ കുറ്റവാളികളെ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും അവർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ നടപടി എടുക്കുകയും ചെയ്താൽ മാത്രമേ ജനങ്ങൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടാവൂ. തീർച്ചയായും വലിയൊരു രീതിയിൽ കേരളീയ സമൂഹം മുഴുവൻ ഈ ലഹരി മാഫിയക്കെതിരെ യുദ്ധത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. മാധ്യമങ്ങൾ നിൽക്കുന്നുണ്ട്, സിനിമാ പ്രവർത്തകർ നിൽക്കുന്നുണ്ട്. ഇപ്പം വിൻസി ഈ പ്രഖ്യാപനം നടത്തിയത് തന്നെ അവരാദ്യം പറഞ്ഞത് ലഹരി ഉപയോഗിക്കുന്ന നടന്മാരുടെ കൂടെ അഭിനയിക്കില്ല എന്നാണ്. വളരെ ധീരമായൊരു പ്രഖ്യാപനമാണ്. അത് വളരെ നമ്മൾ നിസ്സാരമായി കാണാൻ കഴിയില്ല. അതിനെ ധീരമായ പ്രഖ്യാപനമായിട്ടല്ല ഇവിടെ കണ്ടത് എന്നുള്ളതാണ്. അതിനുശേഷമാണ് അവർക്ക് തുടർ പ്രതികരണങ്ങൾ നടത്തേണ്ടി വന്നത്. അതിനുശേഷമാണ് ഈ കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നത്. പക്ഷെ തീർച്ചയായും ബാക്കിയുള്ളവർ എന്ത് കാണുന്നു എന്നുള്ളത്, സാധാരണ മനുഷ്യർ, സിനിമയെ സ്നേഹിക്കുന്നവർ, ഈ ഇൻഡസ്ട്രിയിൽ പണിയെടുക്കുന്ന നിരവധി ആൾക്കാർ അവർക്ക് പിന്തുണയുമായി വന്നിട്ടുണ്ട്, അവരോടൊപ്പമുണ്ട്. പക്ഷേ വളരെ ഗൗരവത്തിൽ അവർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ ഈ നടൻ്റെ പേര് പുറത്തു പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അതിന് കാരണമായി പറയുന്നത് നിരവധി സിനിമകൾ പാതി വഴിയിലുണ്ട്. ആ സിനിമയൊക്കെ പെട്ടെന്ന് നിന്നാൽ നമുക്കറിയാം, ഏറ്റവും ചെറിയ ബജറ്റിലെടുക്കുന്ന സിനിമയിൽ പോലും ഒരു ദിവസം 40 മുതൽ 50 പേർ പണിയെടുക്കുന്നുണ്ട്. 4 ലക്ഷം 5 ലക്ഷം രൂപ ചെലവാണ് ഒരു ദിവസത്തെ ഷൂട്ട് പൂർത്തിയാക്കാൻ. എനിക്ക് മനസ്സിലാകാത്ത ഈ സിനിമയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള പ്രവണത കാണിക്കുന്നതും നടത്തുന്ന പ്രതികരണങ്ങളും കോപ്രായങ്ങളും ഒക്കെ ഇവരൊക്കെ കാണുന്നത് തന്നെയാണല്ലോ. നല്ല നടനൊക്കെ ആയിരിക്കാം. ഈ സിനിമയൊന്ന് പൂർത്തിയായ ശേഷം, എല്ലാ സിനിമയും പൂർത്തിയായ ശേഷം മതി നടപടി എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ നിയമ സംവിധാനങ്ങളൊന്നും ഇവർക്കൊന്നും ബാധകമല്ല എന്ന് കാണിക്കുന്ന കൂടിയാണ്. അങ്ങനെ നമ്മൾ കണ്ടുകൂടാ. കാരണം ഒരു ഏത് അഭിനേതാവിനെ തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും ഡയറക്ടർക്കുള്ള ഒരു അധികാരത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഡയറക്ടർ സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഇത്തരം പ്രവണതയുള്ളവർക്കെതിരെ നിലപാടെടുക്കാനുള്ള ഉത്തരവാദിത്വം ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ എല്ലാ ഡയറക്ടർമാർക്കും ഉണ്ട് എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ഇപ്പം എന്നെ ഒരു സിനിമയിൽ വിളിക്കണം തീരുമാനിക്കാൻ നമുക്ക് നിർബന്ധിക്കാൻ കഴിയില്ലല്ലോ. ആ ഡയറക്ടർക്ക് ആ കഥാപാത്രത്തെ ഇന്നൊക്കെ ചെയ്യാൻ കഴിയും, ഇന്നയാൾ അതിന് ഫിറ്റാണെന്ന് തോന്നിയത് കൊണ്ടാണ് വിളിക്കുന്നത്. അപ്പം നമ്മൾ അത് ഡയറക്ടർമാർ ഇനിയും വിവേചനാധികാരം കാണിക്കുമ്പോൾ പോസിറ്റീവായി കാണിക്കണം എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ശരി, നമുക്ക് നോക്കാം. പോലീസിനെയും സമൂഹത്തെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഷൈൻ ടോം ചാക്കോയുടെ എത്ര പോസ്റ്റുകൾ ഇനി അടുത്ത മണിക്കൂറിൽ വരാനിരിക്കുന്നു? ഈ വല വിരിച്ചു എന്ന് പറയുന്ന പോലീസ് സംഘം വലയിൽ എന്തെങ്കിലും വീഴ്ത്തുമോ എന്നും കൂടി നമുക്ക് വരും മണിക്കൂറിൽ കാണാമല്ലോ. വളരെ നന്ദി ശ്രീമതി ദീദി ദാമോദരൻ, സജി നന്ദിയാട്ട്, അഡ്വക്കേറ്റ് സി ഷുക്കൂർ, സുരേഷ് റിച്ചാർഡ് ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.